ഇതെല്ലാം നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് കസ്റ്റമർക്ക് തന്നെ അവരവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് റീഫിൽ ചെയ്തെടുക്കാം. ഇത് ചെറുമല്ലിയുടെ പൊടിയാണ്, പച്ചമല്ലി. നല്ല ഫ്ലേവർ ആയിരിക്കും, കുറച്ചിട്ടാൽ മതി. മറ്റേത് ഇടുന്ന പോലെ ക്വാണ്ടിറ്റി ഇടണ്ട, 1/3 ഇട്ടാൽ മതി മറ്റേതിന്റെ. അതുപോലെ ഇത് ഇടിക്കുന്നതിനും ഒരു രീതിയുണ്ട്. ഇത് പണ്ടത്തെ പലചരക്കടകളിൽ കടക്കാരനായിരുന്നു ഇത് തൂക്കി കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇതിപ്പോ കസ്റ്റമർക്ക് തന്നെയാണ് ചെയ്യാവുന്നത്. ഇത് 250 to 500 grams വരെയുള്ള പേപ്പർ കവേഴ്സാണ്. ഇത് 1 kg പേപ്പർ കവറാണ്. അതുപോലെ 10 kg വരെയുള്ള പേപ്പർ കവേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനും പേപ്പർ കവർ ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കിപ്പോൾ ചെറുപയറാണ് വേണ്ടതെങ്കിൽ 254 എന്ന് ഇതിൽ എഴുതുക. സോ ഇത് ഓപ്പൺ ചെയ്യുക, ഇതിങ്ങനെ കീപ്പ് ചെയ്യുക, താഴത്തേക്ക് വലിക്കുക. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക. ഇന്ന അളവൊന്നൊന്നുമില്ല, 10 gram മതിയെങ്കിൽ 10 gram എടുക്കാം, അതിന്റെ വെയിറ്റ് എടുക്കുക. സോ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. വെറുതെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യമില്ല. ഇപ്പോൾ പുട്ടുപൊടി വേണമെങ്കിൽ ഏറ്റവും മിനിമം പാക്കറ്റ് ചിലപ്പോൾ 1 kg ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് 1/4 kg മതിയാവും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇത് കൂടുതലും പ്രിസർവേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കൂടുതലും നമ്മൾ പൊടിക്കുന്ന സാധനങ്ങളാണ്. ഇത് ഫോക്സ്റ്റൈൽ മില്ലറ്റ് തിനയുടെ പുട്ടാണ്. ഇത് വരകിന്റെ പുട്ടാണ്, വരകിന്റെ പുട്ടുപൊടി. ഇത് മില്ലറ്റിന്റെ ദോശ മിക്സാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, 1 സ്പൂൺ തൈര്, ഹാഫ് ആൻ അവർ വെക്കുക. ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ആ സെയിം തന്നെ ഇത് മൾട്ടി മില്ലറ്റ് ആണ്. ഇത് റാഗി മാത്രം ഇട്ടിട്ടുള്ള ദോശ മിക്സ്. ഇത് 10 മില്ലറ്റും കൂടെ കൂടിയ പുട്ടുപൊടിയാണ്, മൾട്ടി മില്ലറ്റ് പുട്ട്. ഇത് റാഗിയുടെ പൊടിയാണ്, ഇത് റാഗിയുടെ പുട്ടുപൊടിയാണ്, ഇത് ഹോൾ റാഗിയാണ്. ഇത് ശരിക്കും എല്ലാവരും അന്വേഷിച്ചെടുക്കുന്ന സാധനമാണ്. ഇത് ചോളപ്പൊടിയാണ്. ഇത് ശരിക്കും അമേരിക്കൻ മാവ് എന്ന് പറയും. പണ്ട് സ്കൂളുകളിലൊക്കെ ഒരു ഉപ്പ് കിട്ടുമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള സാധനമാണ്. ഇത് ശരിക്കും പണ്ട് USA എന്ന് പറഞ്ഞൊരു കവറിൽ എഴുതി വരുമായിരുന്നു, അമേരിക്കൻ മാവ് എന്ന് പറഞ്ഞ്, നല്ല സ്മെല്ലുള്ള. ഇത് പലരും ഇത് ഉണ്ടാക്കിയിട്ട് ഇത് റെഡി ആവാത്തതിന്റെ കാരണം ഇതിലിവർ പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്താണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് സ്കൂളുകളിൽ. പക്ഷേ ഇപ്പൊ നമുക്കിപ്പോ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ വരുന്ന പാൽപ്പൊടി മധുരമുള്ളതാണ്. പണ്ട് വന്നോണ്ടിരുന്ന മധുരം ഇല്ലാത്തതായിരുന്നു. അത് കൂടാണ്ട് ഇവർ യൂസ് ചെയ്തോണ്ടിരുന്ന ഓയിൽ സോയാബീൻ ഓയിലാണ്. ഞാൻ പാം ഓയിലാന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ അത് സോയാബീൻ ഓയിലാണ്, ടിന്നിൽ വരും. അപ്പൊ ഈ സോയാബീൻ ഓയിലും പാൽപ്പൊടിയും ചോളപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഈ സ്കൂളുകളിൽ പണ്ട് ഉപ്പുമാവ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ഒരു ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റില്ല, പഴയ എല്ലാവരുടെയും ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ട് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരുടെ ഒരു നൊസ്റ്റാൾജിയാണ് ഈ സാധനം. ഇത് ഒത്തിരി പേര് ചോദിച്ച് എന്നെ വിളിക്കാറുള്ള സാധനമാണ് ഈ സാധനം. ഇത് ആൾക്കാർ ഇങ്ങനെ തപ്പി കിടക്കും, ഇതിങ്ങനെ എന്താന്ന് പലയിടത്തും ചോളാന്ന് പറഞ്ഞ് ഇവർ ചെയ്തു നോക്കിയാൽ ഇത് കറക്റ്റ് കിട്ടില്ല. എന്താണ് അത് കിട്ടുന്നതിന് കാരണം ഇൻഗ്രീഡിയന്റ് ഇതാണ്: പാൽപ്പൊടി, മധുരമില്ലാത്ത പാൽപ്പൊടി, ചോളപ്പൊടി, സോയാബീൻ ഓയിൽ. ഇതാണ് അതിന്റെ കോംബോ. ആ കോംബോയിൽ ചെയ്താലാണ് ആ പഴയ സാധനം കിട്ടുള്ളൂ. ഇത് രസം മിക്സ് ആണ്. രസം മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രസപ്പൊടിയല്ല, എല്ലാ ഐറ്റവും ഉണ്ടാവും. അതായത് 1 കപ്പിലേക്ക് 1 സ്പൂൺ രസപ്പൊടി ആഡ് ചെയ്യുക, മിക്സ് ആഡ് ചെയ്യുക, തക്കാളി, മല്ലിയില, ഒരു കാ സൈസ് പുളി, ഇത്ര സാധനം ആഡ് ചെയ്താൽ മതി. ഇത് കിഴക്കമ്പലത്തൊരു ചേച്ചി ഉണ്ടാക്കണേ, സൂപ്പർ ടേസ്റ്റ് ആണ്, അടിപൊളി സാധനമാണ്. സ്മെല്ല് നോക്കാം. നല്ല സ്മെല്ല്, ഭയങ്കര ടെംപ്റ്റിംഗ് സ്മെല്ലാണ്. അതായത് നമ്മൾ ഉപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. ഉപ്പാണ് ശരിക്കും പ്രിസർവേറ്റീവ്. ഉപ്പ് ശരിക്കും പ്രിസർവേഷന് യൂസ് ചെയ്യുന്നതാണ് കോമൺലി. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കൂടുതൽ. ഇപ്പൊ നമുക്കൊരു 2 months ഒക്കെ ഇരിക്കും. ഇല്ലാണ്ട് തന്നെ ഇരിക്കും, പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് തന്നെ ഇരിക്കും. ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ്. ഇതെല്ലാത്തിനും അങ്ങനെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ മോയ്സ്ചർ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ലൂസ് വെക്കാൻ ഇച്ചിരി പാടാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. അപ്പൊ അത് കൂടുതൽ നമുക്ക് ഫ്രിഡ്ജ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് വെക്കാം, ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. നമസ്കാരം, ഞാൻ എറണാകുളം പനമ്പള്ളി നഗറിൽ വന്നപ്പോൾ ഈ ഒരു സ്റ്റോർ, അതായത് 7 to 9 ഗ്രീൻ സ്റ്റോർ എന്നാണ് എൻ്റെ പേര് കേട്ടോ. 7 to 9 എന്ന് പറയുമ്പോൾ ഒരു സമയമാണ് ഇതില്ല, അതായത് 7 മണി തൊട്ട് 9 മണി വരെ. ഇത് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 2800-ലധികം ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഷോപ്പാണത്. അതായത് ഇന്ത്യയിൽ തന്നെ 0 വേസ്റ്റ് സ്റ്റോർ എന്ന് പറയാവുന്ന സ്റ്റോർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ അവയർനെസ് ആണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അവിടെ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കവേഴ്സൊക്കെ ഇല്ലേ, അത് ഫുള്ളായിട്ട് ഇല്ലാതെ നമുക്കൊരു കവറോ അല്ലെങ്കിൽ ക്യാനോ കൊണ്ടിട്ട് ഇവിടെ നിന്ന് റീഫിൽ ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇവർ കൊടുക്കുന്ന കവറുണ്ട്, പൂർണ്ണമായിട്ടും മണ്ണിൽ ലയിച്ച് പോകുന്ന കവറാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ് പറയാൻ നമ്മൾ ആമസോണിലും അതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത ചില ഐറ്റംസ് ഉണ്ട്, ചില ന്യൂട്രീഷൻ ഐറ്റംസ്. അതുപോലെ തന്നെ അരി തന്നെ പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ മില്ലറ്റിൻ്റെ പല ഐറ്റംസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകും, മറ്റുള്ള വിശേഷങ്ങളൊക്കെ ബിറ്റ് പറയും. ഇതിൻ്റെ ലൊക്കേഷൻ പനമ്പിളി എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ഒരു ജൽവായു വിഹാർ എന്ന് പറയുന്ന നേവിയുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ ഒരു കലങ്കുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നേരെ നടന്നു വന്നതിൽ നമുക്ക് ഈ ഷോപ്പ് കാണാം. ഈ ഷോപ്പിൻ്റെ പേര് ഇതാണ് 7 to 9 ഗ്രീൻ സ്റ്റോറിടാണ്. അപ്പോൾ നമുക്ക് ബിറ്റുവിനെ കാണാം. ബിറ്റു വലിയൊരു ഹൈ പ്രൊഫഷണലാണ്, പക്ഷെ പുള്ളി അതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ പലചരക്ക് കച്ചവടത്തിലോട്ട് ഇറങ്ങിയേക്കാണ്. നമസ്കാരം ബിറ്റു. നമസ്കാരം. എന്തൊക്കെയുണ്ട്?
എന്താണ് നിങ്ങളെ പരിപാടികളൊക്കെ? ഇതെന്താ ഈ സാധനം? ഇതെല്ലാം ഷാംപൂ, കണ്ടീഷണർ, ബോഡി വാഷ്, ആ ഹാ ഹാ, പേഴ്സണൽ കെയർ അല്ല, പേഴ്സണൽ കെയർ. എല്ലാം ലൂസാണ്. എല്ലാം നമ്മുടെ പഴയ കണ്ടെയ്നേഴ്സ് കൊണ്ടുവരിക. അത് പ്ലാസ്റ്റിക്കോ ഗ്ലാസോ എനി കണ്ടെയ്നേഴ്സ്, ക്യാൻ ബ്രിങ് യുവർ കണ്ടെയ്നേഴ്സ്. എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കാം. അത് ശരി, അങ്ങനെയാണ് പരിപാടി. എടുക്കാം. ഇതൊക്കെ എന്തിനാ ഈ ചെറിയ? അത് ഞങ്ങളിത് ഡ്രോപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണല്ലേ? ശരി ശരി. അപ്പോൾ ബിറ്റു, ഞാൻ വേറെ ഏതോ വീഡിയോയിൽ കണ്ടിരുന്നു വലിയൊരു പ്ലെയിനൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്ന ഒരാളാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ കളഞ്ഞിപ്പോൾ. ഞാൻ ശരിക്കും എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു. സോ എന്റെ ഫാമിലി ബിസിനസ് അത്. എന്റെ അപ്പച്ചനായിട്ടുള്ള ഷോപ്പാണ്, അപ്പയുടെ അപ്പച്ചനായിട്ടുള്ള ഷോപ്പാണ്. അപ്പൊ ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഫോമാറ്റിലേക്ക് ആക്കിയതാണ്. ഇത് നമ്മുടെ പഴയ പലചരക്കേട് തന്നെയാണ്. പണ്ടത്തെ പലചരക്കേട് എന്തായിരുന്നു? അതെ അതെ. പണ്ട് ചാക്കിൽ വെച്ചിന് വരെ എല്ലാം ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് മൂന്നാമത്തെ ഷോപ്പ്. ഇത് മൂന്നാമത്തെ ഷോപ്പാണ്. കോലഞ്ചേരിയാണ്. എന്റെ വീട് കോതമംഗലാണ്. ഫസ്റ്റ് സ്റ്റോർ കോലഞ്ചേരി, സെക്കൻഡ് തൃപ്പൂണിത്തുറ, ഇത് തേർഡ് സ്റ്റോർ ആണ്. 2018 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് സ്റ്റോർ ആണ്. വേസ്റ്റ് ജനറേറ്റ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അവിടെ എന്താ പേപ്പർ കട്ടൊക്കെ ഉണ്ടല്ലോ കുറെ, അതെന്തിനത്? അതെല്ലാം നമ്മുടെ ഇതിനെ കുറിച്ച് വന്നതാണ്. ഇത് ഫസ്റ്റ് സ്റ്റോർ ആയതുകൊണ്ട് അങ്ങനെ ന്യൂസ് കവറേജസ് വന്നിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ നിന്ന് തുടങ്ങാം. എന്നെ കൊണ്ടുപോയി, എനിക്കൊരു ഐഡിയ ഇല്ല ഷോപ്പിനെ പറ്റി. ഇത് നമ്മുടെ നോർമൽ പയർ പരിപ്പുകളെല്ലാം. അതായത് ചെറുപയർ, വെള്ളപ്പയർ. ഇതൊന്നും ഓർഗാനിക് അല്ല, എല്ലാം ഫസ്റ്റ് ഗ്രേഡ് പയർ പരിപ്പ് സാധനങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് കസ്റ്റമർക്ക് തന്നെ അവരവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് റീഫിൽ ചെയ്തെടുക്കാം. സോ നമ്മൾ ഫസ്റ്റ് പാത്രത്തിന്റെ ടയർ വെയിറ്റ് എടുക്കും, അതൊരു ബാർകോഡ് സ്റ്റിക്കർ ഒട്ടിക്കും, ദെൻ സാധനം ഫില്ല് ചെയ്യുക, ഐറ്റം കോഡ് അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യുക, ബില്ല് ചെയ്യുമ്പം അത് ടയർ കുറച്ചിട്ട് കണ്ടന്റിന്റെ വെയിറ്റ് ബില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അതൊക്കെ എല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, ഗോതമ്പ് പൊടി, ഇതെല്ലാം നമ്മൾ പൊടിക്കുന്ന പല ഗ്രേഡ് ഉണ്ട്. ഞാൻ ഇതെല്ലാം ഫസ്റ്റ് ഗ്രേഡ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ നാടൻ മഞ്ഞപ്പൊടിയാണ്, ഇത് മുളക് പൊടിയാണ്, ഇത് കാശ്മീരി മുളക് പൊടി, ഇത് ചെറുമല്ലിയുടെ പൊടിയാണ്, പച്ചമല്ലി. നല്ല ഫ്ലേവർ ആയിരിക്കും, കുറച്ചിട്ടാൽ മതി. മറ്റേത് ഇടുന്ന പോലെ ക്വാണ്ടിറ്റി ഇടണ്ട, 1/3 ഇട്ടാൽ മതി മറ്റേതിന്റെ. സോ അങ്ങനെ ആ കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതുപോലെ ഇത് എടുക്കുന്നതിനും ഒരു രീതിയുണ്ട്. ഇത് പണ്ടത്തെ പലചരക്കടകളിൽ കടക്കാരനായിരുന്നു ഇത് തൂക്കി കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇതിപ്പോ കസ്റ്റമർക്ക് തന്നെയാണ് ചെയ്യാവുന്നത്. അതായത് ആളുകൾക്ക് തന്നെ അവരവർക്ക് വേണ്ട സാധനങ്ങൾ റീഫിൽ ചെയ്തെടുക്കാം. സോ ഇതിന്റെ പ്രോസസ് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ പേപ്പർ കവേഴ്സ് ആണ്. കണ്ടെയ്നർ ഉണ്ടെങ്കിൽ കണ്ടെയ്നറിലേക്ക് ഡയറക്റ്റ് എടുക്കാം. കണ്ടെയ്നർ ഇല്ലാത്തവർക്ക് നമ്മൾ പേപ്പർ കവേഴ്സ് ആണ് കൊടുക്കുന്നത്. ബട്ട് പേപ്പർ കവേഴ്സ് നമ്മൾ കൊടുക്കുമ്പോഴും പേപ്പർ കവേഴ്സ് ഒരിക്കലും ഒരു സസ്റ്റൈനബിൾ ഓപ്ഷൻ അല്ല. കാരണം മരം വെട്ടിയാണ് പേപ്പർ കവേഴ്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് ആളുകൾക്ക് ഹാംഫുൾ അല്ലാത്ത ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പേപ്പർ കവേഴ്സ് യൂസ് ചെയ്യാം. സോ ആ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ബട്ട് ഞങ്ങൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് പാത്രം കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഇതിലെല്ലാത്തിലും എല്ലാ പേപ്പർ കവേഴ്സിലും ഇതുപോലെ ഐറ്റം കോഡ് എഴുതിയിട്ടുണ്ടാവും. എല്ലാ പ്രൊഡക്ട്സിന്റെ ബിന്നിന്റെ അകത്തും ഐറ്റം കോഡ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ചെറുപയറാണ് എടുക്കണമെങ്കിൽ 254 ആണ് ഐറ്റം കോഡ്. സോ അങ്ങനെ ഐറ്റം കോഡ് ഉണ്ടാവും. ഇത് 250 to 500 grams വരെയുള്ള പേപ്പർ കവേഴ്സാണ്. ഇത് 1 kg പേപ്പർ കവറാണ്. അതുപോലെ 10 kg വരെയുള്ള പേപ്പർ കവേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനും പേപ്പർ കവർ ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കിപ്പോൾ ചെറുപയറാണ് വേണ്ടതെങ്കിൽ 254 എന്ന് ഇതിൽ എഴുതുക. സോ ഇത് ഓപ്പൺ ചെയ്യുക, ഇതിങ്ങനെ കീപ്പ് ചെയ്യുക, താഴത്തേക്ക് വലിക്കുക. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുക. ഇന്ന അളവൊന്നുമില്ല. 10 gram മതിയെങ്കിൽ 10 gram എടുക്കാം, അതിന്റെ വെയിറ്റ് എടുക്കുക. സോ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. വെറുതെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യമില്ല. ഫുഡ് നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചാൽ മതി. പണ്ടത്തെ പലചരക്കടക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാറുണ്ട്. 100 gram 50 gram എന്ന് പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പാക്കേജിങ് വന്നപ്പോൾ ഇതിന് ഓപ്ഷൻ ഇല്ല. ഇപ്പൊ പുട്ടുപൊടി വേണമെങ്കിൽ ഏറ്റവും മിനിമം പാക്കറ്റ് ചിലപ്പോൾ 1 kilo ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് 1/4 kilo മതിയാവും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇത് കൂടുതലും പ്രിസർവേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കൂടുതലും നമ്മൾ പൊടിക്കുന്ന സാധനങ്ങളാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ ഫുള്ളി ഓർഗാനിക് സ്റ്റോർ. ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓർഗാനിക്, ലോക്കലി സോഴ്സ്ഡ്, ഹോം മെയ്ഡ്. പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കണം. പെട്ടെന്ന് യൂസ് ചെയ്യാം. ഷെൽഫ് ലൈഫ് എപ്പോഴും കുറവായിരിക്കും. കാരണം പാക്കിംഗ് വരുമ്പോഴാണ് പ്രിസർവേഷൻസും ആവശ്യം വരിക. സോ ഇത് മാക്സിമം അങ്ങനെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ രസം മിക്സ് ആണ്. ഇത് മസാലകളെല്ലാം, ചിക്കൻ മീറ്റ്, ഗരം അങ്ങനെയുള്ള. ഇത് നമ്മുടെ റവയാണ്, സൂചി ഗോതമ്പിന്റെ റവയാണ്. സാമ്പാർ റവ. ഇത് നോർമൽ വീറ്റ് റവയാണ്. ഇത് മെയ്സ് റവയാണ്. ഇതൊക്കെ ഗോതമ്പ് പൊടിയുടെ ഡിഫറെന്റ് ടൈപ്സ്. അത് നമ്മുടെ നാടൻ ഗോതമ്പ് പൊടിയാണ്, ഹോൾ വീറ്റ് ആണ്, ആട്ടയല്ല, അത് മുഴുവൻ ഗോതമ്പ് പൊടി. ഇത് ഫൈബറും കൂടെ ഉണ്ടാവും. ഇത് ഷർബതി വീറ്റ് എന്ന് പറയുന്ന നല്ല സോഫ്റ്റ് ഫ്ലഫി വീറ്റ് ആണ് ഷർബതി. കാപ്ലി എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ വീറ്റ് ആണ്. അതായത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന വീറ്റാണ്. ഇതിന്റെ പ്രത്യേകത ഉണ്ട്, ഇത് ഏതാണ്ട് ഒരു 5000 വർഷം മുമ്പ് നമുക്ക് കൃഷി ഉണ്ടായിരുന്ന ഒരു വീറ്റ് വെറൈറ്റിയാണ് കാപ്ലി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വരുന്ന എല്ലാ ഹൈബ്രിഡ്സാ. അപ്പൊ ഇത് അത്ര സോഫ്റ്റ് അല്ല, ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് ഹെൽത്തി സാധനമാണ്. ഗ്ലൂട്ടൻ വളരെ ലോ ഗ്ലൂട്ടൻ ഉള്ള സാധനമാണ്. ഞാൻ വേറൊരു സാധനം മാപ്പിള ചമ്പ റൈസ്, അതൊക്കെ ആ സൈഡാണ്.
ഇതൊക്കെ പുട്ടുപൊടികളാണ്. പുട്ടുപൊടി നമുക്ക് 14 ടൈപ്പ് ഉണ്ട്. ഓ ശരി. ഇത് സാധാ പുട്ടുപൊടിയാണ്, ഗോതമ്പിന്റെ പുട്ടുപൊടി, സൂചി ഗോതമ്പിന്റെ പുട്ടുപൊടി, ചെമ്പ, ഉണക്കലരിയുടെ പുട്ടുപൊടിയാണ്, ചോളത്തിന്റെ പുട്ട്, ഓട്സിന്റെ പുട്ട്, മില്ലറ്റ്സിന്റെ ഒരു 6-7 ടൈപ്പ് അപ്പുറ സൈഡിലുണ്ട് നമുക്ക്. ആൻഡ് ഇത് എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, വില കൂടുതലല്ല. അപ്പൊ കട കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് കോസ്റ്റ് കൂടുതലാണ് എന്ന് വിചാരിക്കും. പക്ഷെ കോസ്റ്റ് വൈസ് ഇത് കുറവാണ് വരിക സാധാരണ ഷോപ്പിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇതിന്റെ പാക്കേജിങ്, ബ്രാൻഡിങ്, ടാക്സ്, ഡിസ്ട്രിബ്യൂട്ടർ മാർജിൻ ഇതെല്ലാം ഒഴിവാകും നമ്മൾ പാക്കറ്റിൽ നിന്ന് ലൂസിലേക്ക് മാറുമ്പോൾ. സോ അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ്, ഇത് റോൾഡ് ഓട്സ് ആണ്. സ്റ്റീൽ കട്ട് ഓട്സ് 45 മിനിറ്റ്സ് ആണ് കുക്കിംഗ് ടൈം. നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്നത് ചൂടോളം ഒഴിച്ച കുക്കാവും. സോ അതിനകത്ത് ഫൈബർ ഇല്ല. ഇതാണ് നമ്മൾ കഴിക്കേണ്ട സാധനം. ബട്ട് കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. അതുപോലെ ഇതെല്ലാം നമ്മുടെ ക്ലീനിങ് ലിക്വിഡ്സ് ആണ്. ഡിഷ് വാഷ്, ഫ്ലോർ ക്ലീനേഴ്സ്, അങ്ങനെയുള്ള മിനിമൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എനി ക്വാണ്ടിറ്റി നിങ്ങൾക്ക് 10 ഗ്രാം മതി 10 ഗ്രാം എടുക്കാം. ഇതിനും നമുക്ക് നമ്മുടെ പഴയ അതായത് ബ്രാൻഡുകളുടെ ബോട്ടിൽസ് കൊണ്ടുവരാം, അതിലേക്ക് റീഫിൽ ചെയ്യാം. ബോട്ടിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലത്തെ ബോട്ടിൽ കൊടുക്കും ഫോർ എ ഡെപ്പോസിറ്റ് എമൗണ്ട്. 20-25 റുപ്പീസ് ആണ് ഇതിന്റെ കോസ്റ്റ്. ഈ ബോട്ടിൽ എപ്പോൾ തിരിച്ചു കൊണ്ടുവന്നാലും 20 രൂപ തിരിച്ചു കൊടുക്കും. റീഫണ്ടബിൾ ആണ് ഫുൾ എമൗണ്ട്. ബോട്ടിൽ കൊണ്ടുവരുവാണെങ്കിൽ ഒരു 2% ഡിസ്കൗണ്ടും കിട്ടും. സോ ഇതെല്ലാം കെമിക്കൽ റേഞ്ചസ് അല്ല, പ്ലാന്റ് ബേസ്ഡ് ആണ്. അതായത് നമ്മളിപ്പോൾ പെറ്റ് സേഫ് ആണ്, അതുപോലെ എസെൻഷ്യൽ ഓയിൽ ബേസ്ഡ് ആയിരിക്കും, മണം കുറവായിരിക്കും, പക്ഷേ ടോപ്പ് ക്വാളിറ്റി സാധനങ്ങളായിരിക്കും. സോ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. അതിന്റെ ഡിഷ് വാഷിൽ ഒരു 4 ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം ഹാൻഡ് വാഷ് ആണ്, റൂം ഫ്രഷ്നർ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നീം ഓയിലാണ്, വേപ്പെണ്ണ. ഇത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. ഇതൊക്കെ എഡിബിൾ ആണ് കേട്ടോ, കഴിക്കാവുന്ന സാധനങ്ങളാണ്. അത് റോസ് വാട്ടർ ആണ്. ഇത് ഹെയർ ഓയിലാണ്. ഇത് പുൽത്തൈലാണ്, ഒറിജിനൽ പുൽത്തൈലാണ്. അതെല്ലാം എസെൻഷ്യൽ ഓയിൽസ് ആണ്. അതായത് നമ്മുടെ റോസ്മേരി, ടീ ട്രീ, അങ്ങനെയുള്ള ചെമ്പകം, രാമച്ചം, അതൊക്കെ പ്യുവർ നാച്ചുറൽ ആണ്. പ്യുവർ നാച്ചുറൽ ഓയിൽ വിലയുണ്ട് അതിന്. ഇപ്പം രാമച്ചത്തിന്റെ ഓയിലിനൊക്കെ 10 ml 500 വരും. കോസ്റ്റ് ഉണ്ട്. സോ ഇത് കൂടുതലും കോസ്മെറ്റിക് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. കിട്ടാൻ പാടാണ്. അത് സിന്തറ്റിക്കും വരുന്നുണ്ട്, ഇതിന്റെ നാച്ചുറലും വരുന്നുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇതിപ്പോ ഈ റോസ്മെരി ഒക്കെ നമുക്ക് ഹെയറിനൊക്കെ നല്ലതാണ്. ഈ നമ്മൾ എന്തെങ്കിലും ഒരു കാരിയർ ഓയിലേക്ക് റോസ്മെരി ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനൊക്കെ ബെസ്റ്റ് സാധനമാണ്. വെജിറ്റബിൾ ഒക്കെ നമ്മളെ നാട്ടിൽ നിന്നുണ്ടാവുന്നതാണോ? ഇതെല്ലാം ലോക്കൽ, ഇതൊന്നും ഓർഗാനിക് സർട്ടിഫൈഡ് അല്ല. ഇതെല്ലാം ഈ തക്കാളി മാത്രം എനിക്ക് സർട്ടിഫൈഡ് ഫാമിൽ നിന്ന് വരുന്നതാണ്. ഇത് പുളിയൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. അവിടെ ഒരു അന്തോണി സ്വാമി എന്ന് പറഞ്ഞ ഫാമർ ഉണ്ട്, പുള്ളിയുടെ അത് സർട്ടിഫൈഡ് ഫാമാണ്. കണ്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ ലോക്കലി പ്രൊക്യൂർ ചെയ്യുന്ന, മാർക്കറ്റിൽ നിന്ന് ഒന്നും എടുക്കാറില്ല. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നത് ഇതുണ്ട്. പാവയ്ക്ക കണ്ടോ, ചെറിയ ഉണ്ട പാവയ്ക്കായിരിക്കും, പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വാടി ഇതായി പോകും. തമിഴ്നാടാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഇരിക്കും, സാധനം ഇരിക്കും, കുറച്ചുകൂടെ സൈസ് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഷെൽഫ് ലൈഫ് എപ്പോഴും കൂടുതലുണ്ട് അതിന്. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ നമ്മുടെ നാടൻ ഐറ്റംസ് ആണ്. ഇതെല്ലാം റൈസിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. ഇഡ്ലി റൈസ്, വറ്റൽ മുളക്, ഇതൊക്കെ നമ്മുടെ തവിടുള്ള അരിയാണ്. 50% 50% തവിടുള്ള റൈസ് ആണ്. ഇതിന്റെ തന്നെ നമുക്ക് 80% തവിടുള്ള ഉണ്ട്, 100% ഉണ്ട്, 30% ഉണ്ട്, 10% ഉണ്ട്. 4 ടൈപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഫ്രീസറിൽ ഇതെന്താ ഫ്രീസ് ചെയ്ത് വെച്ചേക്കണത്? അത് നോർമൽ ഐറ്റംസ് ആണ്, വെജിറ്റബിൾസ്. ചില ഐറ്റംസ് നമുക്ക് ഫ്രീസ് ചെയ്തില്ലെങ്കിൽ ഇരിക്കില്ല, പെട്ടെന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കീപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പാലുണ്ടായിരുന്നു, പാലിപ്പോൾ തീർന്നു. പാലൊക്കെ നാടൻ പാലാണ്, ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള. പിന്നെ പച്ചക്കറികൾ ഏതോ 2 ദിവസം 3 ദിവസമാണ് കിട്ടുള്ളൂ. തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിലാണ് വെജിറ്റബിൾസ് ഉള്ളൂ. അത് എല്ലാ ഐറ്റവും ഉണ്ടാവില്ല, നമുക്ക് കിട്ടുന്ന സാധനം കൊടുക്കും. ഫാമിൽ നിന്ന് കിട്ടും. ഫാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് എല്ലാവർക്കും എല്ലാ സാധനം ഉണ്ടാവില്ല. ഇപ്പൊ ചിലപ്പോൾ ഒരാൾ കൃഷി ചെയ്യുന്ന ചിലപ്പോൾ വെണ്ടയ്ക്ക മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് എല്ലാ ഐറ്റംസും എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഇതൊക്കെ ഹണി, ഗീ, അതിൽ A1 A2 ആണത്. A1 എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇപ്പൊ കിട്ടുന്ന നാടൻ പശുക്കൾ, അതായത് സങ്കര ഇനം പശുക്കളാണ് A1 കൗസ്. A2 എന്ന് പറയുന്നത് നമ്മുടെ നേറ്റീവ് കൗസ് ആണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന പശുക്കളെല്ലാം A2 കൗസ. ഹമ്പ് ഉണ്ടാവും, വെച്ചൂര്, സഹിവാള്, അങ്ങനെയുള്ള. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പാല് കുറവായിരുന്നു ഇതിന്. 1 ലിറ്റർ 1.5 ലിറ്റർ ഒക്കെയാണ് മാക്സിമം പാല് കിട്ടുള്ളൂ. അപ്പൊ പാല് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ HF, ജേഴ്സി ഇങ്ങനെയുള്ള പശുക്കളെ കൊണ്ട് ഇതിനെ ക്രോസ് ബ്രീഡ് ചെയ്തു, നാടൻ പശുക്കളെ. അപ്പൊ ഇപ്പൊ 1 ലിറ്റർ കിട്ടുന്നിടത്ത് 20 ലിറ്റർ പാല് കിട്ടും, പക്ഷെ കണ്ടന്റ് മാറിപ്പോയി. സോ ഇതിനാണ് ആ ഫ്ലേവറും അരോമയും എല്ലാം. ഇതും ഒറിജിനൽ തന്നെ, പക്ഷേ ഈ പാലിന്റെ കണ്ടന്റ് വ്യത്യാസമുണ്ട്, പ്രോട്ടീൻ വ്യത്യാസമുണ്ട്. A1 ബീറ്റാ കേസിനും A2 ബീറ്റാ കേസിനും ആണ്. ഇതൊക്കെ സോപ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റന്റ് സ്റ്റിക്സ് ആണ്, ചന്ദനത്തിരികളിൽ വരുന്നത്. സോ ഇതെല്ലാം പ്യുവർ എസെൻഷ്യൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള. ഇത് ബേസ് ടെമ്പിൾ ഫ്ലവേഴ്സ് ആണ്, അമ്പലത്തിലുള്ള വേസ്റ്റ് വരുന്ന ഫ്ലവേഴ്സ് ആണ് ബേസ് ചെയ്യുന്നത്.
ഇത് അതിന്റെ തന്നെ ഇതിൽ നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ടുള്ളൊന്നും ഇല്ല അല്ലേ? ഒന്നുമില്ല അത് കൂടുതലും ചാർക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ഇതിന്റെ വിത്തൗട്ട് ബാംബു ആണ്, അകത്ത് ബാംബു ഉണ്ടാവില്ല. ബാംബു കത്തിച്ച ലെഡ് ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ പൂജാമുറിയിൽ കത്തിക്കുന്ന സാധനമാണല്ലോ. സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇതൊക്കെ സോപ്സ് ആണ്, ഇതൊക്കെ കോക്കനട്ട് ഓയിൽ ബേസ് ആണ് സോപ്സ്, പ്യുവർ നാച്ചുറൽ സോപ്സ് ആണ്. ഇതൊക്കെ നീമിന്റെ ആര്യവേപ്പിന്റെ കോംസ് ആണ്, പ്ലാസ്റ്റിക് കോംസിന് പകരം ആര്യവേപ്പിന്റെ കോംസ്. 120 120 രൂപ. ഇതൊക്കെ നമ്മുടെ പയറുപൊടിയൊക്കെ പോലെ തന്നെ ബോഡി വാഷ് ആയിട്ട് പൗഡർ ആയിട്ട്. ഇപ്പൊ ഇതുണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, മൂങ്ക്, ചെറുപയറാണ്, കസ്തൂരി മഞ്ഞള്, ഉളക്കിഴങ്ങ്, ദെൻ വെട്ടിവർ, നീമ്, സാൻഡൽവുഡ്, ആവരം ഫ്ലവേഴ്സ്. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മുടെ മുരിങ്ങ ലീഫ് പൗഡർ, ജിഞ്ചർ പൗഡർ. ഇത് മുരിങ്ങയുടെ ഇലയാണ്, പൗഡർ രൂപത്തിൽ വരുന്നത്. ഇത് ജിഞ്ചർ പൗഡർ ആണ്, അശ്വഗന്ധയുടെ പൗഡർ, വീറ്റ് ഗ്രാസ് പൗഡർ, സിനമൺ പൗഡർ, ആംസൂർ പൗഡർ എന്ന് പറഞ്ഞാൽ മാംഗോയുടെ പൗഡർ ആണ്. പിന്നെ ആംല, ഹെന്ന, അങ്ങനെയുള്ള പൗഡേഴ്സ് ആണ് അതൊക്കെ. ഇവിടെ മുട്ട ഉണ്ടല്ലോ, മുട്ട തീർന്നു 4 ഐറ്റം ഉണ്ടായിരുന്നു. ഇത് ഡക്കാണ്, നാടൻ നാടൻ മുട്ടയാണ്. സാധാ കോഴിമുട്ട 2 ടൈപ്പ് രൂപയാണ്. ഇതിപ്പം 13 രൂപയ്ക്കാണ് നാടൻ മുട്ട. ഇത് കോഴിമുട്ട ഒക്കെ ഒരു ഉണ്ട് 780 ഞാൻ ഇവിടെ കൊടുക്കുന്നത്, 780. ഇതെല്ലാം ലോണ്ട്രി ഈ ഐറ്റംസ് അല്ലേ? ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, കംഫർട്ട്, സ്റ്റിഫ്നർ, അങ്ങനെയുള്ള ലോണ്ടറി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഫാബ്രിക് സോഫ്റ്റ്നർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. സോ ഇതിന്റെ അകത്ത് ഇതൊക്കെ അതിന്റെ പൗഡേഴ്സ് ആണ്, ഫ്രണ്ട് ലോഡിന്റെ ടോപ്പ് ലോഡിന്റെ പൗഡേഴ്സ്. ഇതൊക്കെ നമ്മുടെ പഴയ കുപ്പികളും കൊണ്ടുവരാം, ആ ബ്രാൻഡഡ് കുപ്പികളും കൊണ്ടുവരാം, അതിലേക്ക് റീഫിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലേക്ക് ഫിൽ ചെയ്ത് എടുക്കാം. ആൻഡ് കോസ്റ്റ് വൈസും ഒരു 20% ഡിഫറൻസ് കിട്ടും. അതായത് ബോട്ടിലിങ്, ബ്രാൻഡിങ്, ഇങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം ഒഴിവാക്കി എടുക്കും. നമ്മുടെ അത് ആ കുപ്പിക്ക് തന്നെ ഒരു 10 രൂപ കോസ്റ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഓരോ തവണ വേസ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ട, ഉള്ളത് തന്നെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അംല, ദാറ്റ്സ് ഗൂസ്ബെറി പൗഡർ, അതുപോലെ ഇസ് മാംഗോ പൗഡർ, ആൻഡ് ദിസ് ഇസ് മൊറിങ്ങ. ഇതൊക്കെ നമ്മുടെ മില്ലറ്റിന്റെ ബിസ്ക്കറ്റ്സ് ആണ്, മില്ലറ്റ് ചെയ്യുന്ന ബിസ്ക്കറ്റ്സ്. ഇതൊക്കെ എല്ലാം ജാഗറി ബേസ്ഡ് ആണ്, ഷുഗർ ഉണ്ടാവില്ല. ആൻഡ് ഇതൊക്കെ ഡിഫറെന്റ് ബോൾസ് ആണ്, പീനട്ടിന്റെ, അതിന്റെ അശ്വഗന്ധ, മൊറിങ്ങ, മില്ലറ്റ്സ്, അങ്ങനെ പലതും മിക്സ് ആയിട്ടുള്ള ബോൾസ് ആണ്. ആൻഡ് ഇതെല്ലാം കോക്കനട്ട് ജാഗറി ചെയ്യുന്ന, തെങ്ങിന്റെ ശർക്കരയിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ലോ ഗ്ലൈസമിക് ജാഗറി ആണ്. ആൻഡ് ഇതൊക്കെ നമ്മുടെ മ്യൂസ്ലി ആണ്. ഇത് മില്ലറ്റിന്റെ ഫിൽസ് ആണ്, ചോക്കോ ഫിൽസ്, വാനില ഫിൽസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ ഒരു ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ ഇവിടെ എല്ലാത്തിന്റെയും ന്യൂട്രീഷൻ വാല്യൂ എഴുതിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോക്കി വാങ്ങിക്കാം. അതായത് നമ്മളിപ്പോ ഒരു പാക്കറ്റ് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ലൂസ് എടുക്കാം, വൃത്തിയായിട്ട് തന്നെ സാധനങ്ങൾ വെക്കാം. ഇത് സ്ട്രോബെറി ഫിൽസ് ആണ്, ഇതുപോലെ തന്നെ ഇത് സ്ട്രോബെറി പൗഡർ ആണ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്താണ്. ഇത് പാലിട്ട് കഴിക്കാൻ, ഫിൽസ് പോലെ തന്നെ കഴിക്കാവുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ്. ഇത് 90% ഡാർക്ക് ചോക്ലേറ്റ്, 70, 60, 90 അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 72%, 64. നമുക്ക് ആ ഗൾഫിൽ നിന്നൊക്കെ കിട്ടുന്ന അതിനൊരു ആ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കില്ല, പക്ഷേ ഇത് നല്ല സൂപ്പർ സാധനമാണ്. ഡാർക്ക് ചോക്ലേറ്റിൽ ബെസ്റ്റ് ആണ്. അതൊക്കെ നീം വുഡ് ചെയ്യുന്നതാണ്, ആര്യവേപ്പിന്റെ തടി ചെയ്യുന്നത്, സ്പൈൻ റോളർ, ബാക്കിൽ റോൾ ചെയ്യാനുള്ള. ഇതൊക്കെ omega-3 ഉള്ള സീഡുകളുടെ മിക്സ് ആണ്. അതായത് പംകിൻ, മെലൺ, സൺഫ്ലവർ, ഫ്ലാക്ക്, ചിയ, ഇതെല്ലാം സീഡുകളും കൂടി ഉണ്ടാക്കിയാണ് ബോൾസ്. ഇതും കോക്കനട്ട് ജാഗറി ചെയ്യുന്നതാണ്. പണ്ടത്തെ നാരങ്ങ കൊട്ടായി, ജീരക കൊട്ടായി, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ഐറ്റംസ്, പല ഡിഫറെന്റ് ടൈപ്സ്. ഡേറ്റ്സ് നമുക്ക് ഒരു 10-12 ടൈപ്പ് ഉണ്ട്, അതിന്റെ പല ടൈപ്പാണ്. അതൊക്കെ മിക്സഡ് എല്ലാം കൂടെ വരുന്നത്, മിക്സ്ഡ് ആയിട്ട് വരുന്ന സാധനം. ഫ്രൂട്ട്സ് നമുക്ക് നോർമലാണ്. ഇപ്പൊ ഇരിക്കുന്നതിൽ കുറച്ച് ഐറ്റംസ്, ഇപ്പൊ പപ്പായ ഓർഗാനിക് വരുന്നതാണ്, ഗ്രേപ്സ് കിട്ടാറുണ്ട്, ലെമൺ ഓർഗാനിക് ആണ്. ഫ്രൂട്ട്സ് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാ, എപ്പോഴും അവൈലബിൾ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെജിറ്റബിൾസ് പിന്നെ നമുക്ക് ലോക്കലി സോഴ്സിൽ കിട്ടും, ഫ്രൂട്ട്സ് ഇച്ചിരി പാടാണ്. അപ്പോൾ ഉള്ളത് വരുന്നത് പറഞ്ഞ് മനുഷ്യർ കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഗ്രേപ്സ് എനിക്ക് മന്ത്ലി, അത് 1 kg ബോക്സ് ആയിട്ടാണ് വരിക. അതെനിക്ക് മന്ത്ലി ഒരു 50 ബോക്സ് ഒക്കെ കിട്ടാറുണ്ട് ഗ്രേപ്സ്. അത് എപ്പോഴും അവൈലബിൾ അല്ല. ഇതൊക്കെ നീം വുഡ് ചെയ്യുന്നതാണ്, ആര്യവേപ്പിന്റെ തടി ചെയ്യുന്ന സ്പൂൺസ്, സ്പാച്ചുല. അതുകൊണ്ട് തന്നെ ഇത് കഴുകിയാല് മരത്തിന്റെ കളർ വരും. അതെ അതെ അതെ. ഇത് ശരിക്കും പോളിഷ് ഉണ്ടാവില്ല, പോളിഷ് വാക്സ് ഒന്നും ഉണ്ടാവില്ല, ഉടൻ കളറിലേക്ക് തന്നെ വരും ഫസ്റ്റ്. ഇതൊക്കെ അത്തരത്തിൽപ്പെട്ട സാധനമാണ്. അത് ബാംബുവിന്റെ ടൂത്ത് ബ്രഷാണ്. അതെ, ബാംബു ചെയ്യുന്ന ടൂത്ത് ബ്രഷാണ്. ഇത് നൈലോൺ 4 തന്നെയാണ്, ബ്രസിൽസ്. ബട്ട് ഇതിപ്പോൾ നമുക്കിപ്പോൾ ബാംബു നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് എല്ലാം നമ്മുടെ മണ്ണിൽ കിടന്നാലും ഒരു 1000 വർഷം പറയണേ അവിടെ കിടക്കും സാധനം. അത് കിടക്കും മാത്രമല്ല, അത് മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാക്കും. സോ ഇതൊക്കെ നമുക്ക് മണ്ണിലിട്ടാൽ വിത്തിൻ ഒരു 2 months ഈ സാധനം മണ്ണിൽ ഡീക്കേ ചെയ്ത് പോകുന്ന സാധനം. അപ്പം നമുക്ക് ആവശ്യമില്ലാണ്ട്
വേസ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാൾ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ടൂത്ത് ബ്രഷ്, ഇത് 800 ഇത്രയും ആളുകൾ 800 കോടി ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ 800 ടൂത്ത് ബ്രഷ് ആയി. സോ അത് അങ്ങനെയുള്ളതൊക്കെ കട്ട് ഓഫ് ചെയ്യുക. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇതൊക്കെ നമ്മുടെ ടങ് ക്ലീനർ ആണ്, നീംവുഡ് തന്നെയാണ്. ടങ് ക്ലീനേഴ്സ് ആണ് വരുന്നത്. ഇതൊക്കെ സ്ട്രോകളാണ്, റീയൂസബിൾ സ്ട്രോസ് ആണ്, വാഷ് ചെയ്ത് ഉപയോഗിക്കാണ്. അതിന്റെ ക്ലീനർ ആണ്, സ്റ്റീൽ. അതതിന്റെ സ്ട്രോ ക്ലീനർ ആണ്, നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇതതിന്റെ സെയിം ബാംബൂ ചെയ്യുന്ന സ്ട്രോസ് ആണ്. ഇതൊക്കെ ടങ് ക്ലീനേഴ്സ് തന്നെയാണ്. ടങ് ക്ലീനർ, ഇതും ടങ് ക്ലീനർ ആണ്. ഇത് കോപ്പറാണ്, സ്റ്റീല്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. അത് റൈസിന്റെ നോർമൽ വടി, ഉണ്ട, ഒരു പുഴുക്കൻ, പച്ചരി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഇതെല്ലാം മില്ലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുമാണ്. മില്ലറ്റിന്റെ നൂഡിൽസ്, അതിന്റെ പാസ്ത, വെർമിസലി, പുട്ടുപൊടി, അപ്പപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ മില്ലറ്റിന്റെ നൂഡിൽസ് ആണ്. ഇത് കോഡോ മില്ലറ്റ് ആണ്, വരക് എന്ന് പറയും. വരക് എന്ന് പറയുന്നത് നമ്മുടെ ഏബം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇങ്ങനെ വരക് അല്ല, നൂഡിൽസ്, പാസ്ത, വെർമിസലി, ഇങ്ങനെയുള്ള സാധനത്തിലെല്ലാം വീറ്റും കൂടെ ഉണ്ടാവും, മില്ലറ്റ് മാത്രമല്ല. കാരണം മില്ലറ്റിൽ ഗ്ലൂട്ടൺ ഇല്ല. അപ്പൊ സ്റ്റിക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ വീറ്റ് വേണം. സോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് എല്ലാം വീറ്റും കൂടെ ആഡഡ് ആയിരിക്കും. ഇതൊക്കെയാണ് ഹോൾ മില്ലറ്റ്സ്. ഇത് ചാമേരിയാണ്, ഇത് വരകാണ്. പ്യൂർ വൈറ്റ് ആണ്. വരക ഏതാണ്ട് നമ്മുടെ വൈറ്റ്, നമ്മളിപ്പോൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കിയ ഡിറ്റോ നമ്മുടെ വെള്ളപ്പുട്ടിൽ ഉണ്ടാക്കി വിളിക്കും, ഏതാണ്ട് അതേ ടേസ്റ്റാണ്. ചാമ, തെന, കുതിരവാലിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും വേറെ ഒരു ടേസ്റ്റ് ഉണ്ട്. വരക നമ്മുടെ ഏതാണ്ട് റൈസിനോട് ടേസ്റ്റ് സാമ്യമുള്ള മില്ലറ്റ്സ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ലോ ഗ്ലൈസിമിക് ആണ്, ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ അധികം ക്വാണ്ടിറ്റി കഴിക്കില്ല. ചോറ് കഴിക്കണമല്ലോ, ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ക്വാണ്ടിറ്റി കഴിക്കുമല്ലോ. എപ്പോഴും നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. ചോറ് ഉപേക്ഷിക്കണേക്കാൾ ഉപരി ഇതെല്ലാം കൂടെ ഒരു ക്ലബ് ചെയ്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ഇതതിന്റെ ചപ്പാത്തി മിക്സ് ആണ്, പുട്ടുപൊടി. ഇതെല്ലാം മില്ലറ്റുകളാണ്. ജോവാർ, പ്രോസോ, ഇതെല്ലാം മില്ലറ്റ്സിൽ വരുന്ന സാധനങ്ങളാണ്. ഇത് മില്ലറ്റിന്റെ ചപ്പാത്തി മിക്സ് ആണ്, ചപ്പാത്തി ഉണ്ടാക്കാവുന്ന. അതായത് ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്യാന്നല്ല, ശരിക്കും ഇത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ ഡയറക്റ്റ് ഉണ്ടാക്കാം. ഇതിൽ 20% വീറ്റ് ഉണ്ട്, 20% വീറ്റും 80% മില്ലറ്റും ആണ്. കാരണം വീറ്റില്ലെങ്കിൽ ഈ പശമ കിട്ടില്ല, ആദ്യം പറഞ്ഞ പോലെ. അപ്പൊ ഈ ചുമ്മാ കീറിപ്പോവും സൈഡ്. ഇത് ജോവാറിന്റെ ആട്ടയാണ്, മണിച്ചോളത്തിന്. ഇതൊരു മില്ലറ്റാണ് ജോവാർ എന്ന് പറയുന്നത്. ഈ ജോവാർ നമ്മൾ ഉണ്ടാക്കിയാൽ ഇച്ചിരി കട്ടിയാണ്, ഈ സൈഡൊക്കെ ഇങ്ങനെ കീറിയിരിക്കും. നമ്മൾ മറ്റേതുപോലെ നല്ല ഒട്ടലോട് കൂടി കിട്ടില്ല. അപ്പൊ ഇത് ജോവാറും പേളും ബാക്കി മില്ലറ്റുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 20% വീറ്റും കൂടെ ആഡ് ചെയ്ത ചപ്പാത്തി മിക്സ് ആണ്. ഇത് 100 ഗ്രാംസ് നമുക്ക് ആവശ്യമുള്ള വാങ്ങിക്കാം. നമുക്ക് അങ്ങനെ ഇത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കണം അങ്ങനെയൊന്നുമില്ല. ഇത് മില്ലറ്റിന്റെ സ്നാക്കുകളാണ്, നല്ല ടേസ്റ്റ് ആണ്. അത് ജാഗറിയാണ്, ബേസ് മില്ലറ്റ് ആണ്. ആൻഡ് ഫ്രൈഡ് അല്ല, അത് ബേക്ക്ഡ് ആണ്. ഒന്നുമില്ല, എണ്ണയൊന്നും ഉണ്ടാവില്ല. ഇത് അതിന്റെ മില്ലറ്റിന്റെ മ്യൂസ്ലിയാണ്. മ്യൂസ്ലി എന്ന് പറയുന്നത് ഫ്ലേക്സുകളുടെ മിക്സ് ആണ് വിത്ത് സ്വീറ്റ്നർ. ഇതാണ് ഹണിയാണ്. ഇതിന്റെ അകത്ത് സ്വീറ്റ്നർ പാം ജാഗ്രയാണ്, കരിപ്പട്ടി വെച്ച് എല്ലാ സാധനവും. മില്ലറ്റ്സ് നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. മില്ലറ്റിന്റെ മ്യൂസ്ലി തന്നെ 4 ടൈപ്പ് ഉണ്ട്. സൂപ്പർ സാധനമാണ്. അതിന്റെ തന്നെ ആൽമണ്ട്. അത് പിള്ളേർക്കൊക്കെ നമുക്കൊരു ഹെൽത്തി സ്നാക്ക് ആയിട്ട് കൊടുക്കാം. കൂടുതലും നമുക്ക് ഈ വരുന്ന ഈ സാധനങ്ങളെല്ലാം മൈദ ബേസ്ഡാ. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സ്നാക്സിന്റെയും ബേസ് മൈദ ആയിരിക്കും. സോ നമുക്ക് ഷുഗറും ആയിരിക്കും. നല്ല പെർസെന്റ് ഷുഗർ, നല്ല പെർസെന്റ് മൈദ, പിന്നെയാണ് ബാക്കിയുള്ള കുറച്ച് ആൽമണ്ട്, കുറച്ച് സാധനങ്ങൾ. ഇത് ബേസ് മില്ലറ്റ് ആണ്, ഷുഗർ പകരം ജാഗറിയാണ്. സോ അങ്ങനെ ഒരു ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതി കൊടുക്കാം. ഇത് റാഗിയുടെ വെർമിസിലിയാണ്. ഇത് തിനയുടെ വെർമിസിലിയാണ്. ഇതൊക്കെ നമുക്ക് ഉപ്പ് ഉണ്ടാക്കാം, പുട്ട് പോലെ ഉണ്ടാക്കാം, അങ്ങനെ പല പർപ്പസിന് യൂസ് ചെയ്യാം. 100 ഗ്രാമിന്റെ പ്രൈസ് 30 ആണ് കേട്ടോ. ഇത് പാസ്തയാണ്, മില്ലറ്റിന്റെ പാസ്ത. ഇത് നമ്മുടെ നോർമൽ ഷുഗറാണ്, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നോർമൽ വൈറ്റ് ഷുഗർ. ഇത് സൾഫർലെസ് ഷുഗർ ആണ്, സൾഫർ ബ്ലീച്ച് ഇല്ലാത്ത. എന്താ വ്യത്യാസം? സൾഫർ ബ്ലീച്ച് ചെയ്താണ് നമുക്ക് നോർമലി മാർക്കറ്റിൽ വരുന്ന ഷുഗേഴ്സ് വരിക. നാച്ചുറൽ ക്രിസ്റ്റലൈസേഷൻ ആയിരിക്കില്ല, ആർട്ടിഫിഷ്യലി ചെയ്യുന്നതാണ്. സോ ഗ്ലൈസമിക് ഇൻഡെക്സ് അതിലൊന്നും വ്യത്യാസമില്ല. ഈ മേക്കിംഗ് പ്രോസസ്സിലുള്ള വ്യത്യാസമുള്ളൂ. അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് തന്നെ 80 ആണ്. അതായത് ഷുഗർ കെയിൻ ബേസ്ഡ് ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റിന്റെയും ഗ്ലൈസമിക് ഇൻഡെക്സ് 80 ആണ്. അതായത് അത് ജാഗറി ആയിക്കോട്ടെ, ജാഗറി പൗഡർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ബ്രൗൺ ഷുഗർ ആയിക്കോട്ടെ, എനിത്തിങ്. ഇതിന്റെയൊക്കെ മേക്കിങ്ങിൽ ഇപ്പൊ റോ ശരിക്കും ഏറ്റവും നല്ലത് ഇതിന്റെ അകത്ത് ആ ഷുഗർ കെയിനിൽ ഏറ്റവും നല്ലത് ശരിക്കും ജാഗറിയാണ്. ജാഗറി പൊടി യൂസ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. കാരണം അധികം മെനമണികൾ ഉണ്ടാവില്ല. ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഇത് ആക്കുന്നതാണ് ശരിക്കും ഷുഗർ എന്ന് പറയുന്നത് വൈറ്റിലേക്ക് വരുന്നത്.
പിന്നെ ആളുകളുടെ ഒരു ധാരണയുണ്ട് ഈ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നത് ലെസ് പ്രോസസ്ഡ് ഷുഗർ എന്നുള്ളൊരു ധാരണയുണ്ട് ആളുകൾക്ക്. ബ്രൗൺ കളർ ഉള്ളതുകൊണ്ട് ലെസ് പ്രോസസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെയല്ല ശരിക്കും ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ വൈറ്റ് ഷുഗറിലേക്ക് മൊളാസിസ് ആഡ് ചെയ്യുന്നതാണ്. മൊളാസിസ് ശരിക്കും ഷുഗർ മൊളാസിസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ മൊളാസിസ് ആഡ് ചെയ്യുമ്പോൾ ഈ മൊളാസിസിൽ ചെറിയൊരു വൈറ്റമിൻ കണ്ടന്റ് ഉണ്ട്, അത്രയും ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ പലരും വിചാരിച്ചിരിക്കുന്നത് ബ്രൗൺ ഷുഗർ കുറച്ചുകൂടെ ഒരു ഹെൽത്തി, അതായത് പ്രോസസ്ഡ് അല്ലാത്ത ഷുഗർ ആണെന്നുള്ള ധാരണയുണ്ട്. അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഈ ബ്രൗൺ ഷുഗർ, നിങ്ങൾ ഓർഗാനിക് ഷുഗർ വാങ്ങിച്ചാലും വീട്ടിൽ കൊണ്ടുപോയി ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇതിന്റെ കളർ ഇളകും. ഈ മൊളാസിസ് ഇളകുന്നതാണത്. അതുപോലെ ഇത് കരിപ്പട്ടിയാണ്, പാം ജാഗറി. ഇത് പാം ജാഗറിയാണ്. ഇത് പ്യുവർ പാം ജാഗറി, പനം ശർക്കര. ചക്കര എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഈ ചുമയ്ക്കും ഇതിനൊക്കെ മെഡിസിനലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കരിപ്പട്ടി. പക്ഷെ ഇത് കൂടുതലും നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് ഒറിജിനൽ പാം ജാഗറി അല്ല. കാരണം കരിപ്പട്ടി നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വെക്കാനേ പറ്റില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നോക്കിയാൽ മനസ്സിലാവും, ഇവരെല്ലാം ഇതെല്ലാം കീപ്പ് ചെയ്യുന്ന പനയുടെ ബോക്സിലാണ്. കരിമ്പനയുടെ ഇതുകൊണ്ട് ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇത് സ്റ്റോർ ചെയ്യുക. അത് അങ്ങനെ സ്റ്റോർ ചെയ്യണതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എയർ കോണ്ടാക്റ്റിൽ ഇരിക്കണം പാം ജാഗറി. അതായത് കാറ്റ് കയറി എന്നില്ല ഇത് ആവിച്ചിട്ട് ഇത് മെൽറ്റായി ഫംഗസ് വരും. അപ്പൊ ആ കാറ്റ് കയറാൻ വേണ്ടിയാണ് ഈ പനയുടെ ബോക്സിൽ വെക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു ക്ലിങ് ഫിലിമും പൊതിഞ്ഞ് അതിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടാണ് നോർമലി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. അങ്ങനെ കരിപ്പട്ടി ഇരിക്കില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടൊരു ചുമ്മാ ഒരു ഗ്ലാസ് എയർ ടൈറ്റ് ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചാൽ പോലും വിത്തിൻ 2 days ഈ സാധനം മെൽറ്റ് ആവും, ഫംഗസ് വരും. നല്ല കരിപ്പട്ടിയാണെങ്കിൽ അതിന്റെ പൊടിയാണത്, കരിപ്പട്ടിയുടെ പൊടി. ഇത് നമുക്ക് കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കിട്ടും. അതെന്താന്ന് വെച്ചാൽ ഇത് മോയ്സ്ചർ റിമൂവ്ഡാ പാം ജാഗറിയാണ്. ഇത് കോക്കനട്ട് ഷുഗറാണ്, തെങ്ങിന്റെ പഞ്ചസാര. അതെ. ഈ പാം ജാഗറിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പലരും ഇത് പറയുന്നുണ്ട്, ഈ പാം ജാഗറി ഡയബറ്റിക്കിന് ഉള്ളവർക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനും ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ട്, ഇല്ല എന്നർത്ഥമില്ല. മറ്റേത് 80 വരുമ്പം ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 35 ആണ്. അപ്പൊ കമ്പയർഡ് ടു ഷുഗർ ജാഗറി, പാം ജാഗറിക്ക് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുന്നത് കുറവാണ് എന്ന് വെച്ചുകൊണ്ട് അതിന് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുന്നില്ല എന്നർത്ഥമില്ല. അപ്പോൾ പാം ജാഗറി നമുക്ക് വല്ലപ്പോഴും ഡയബറ്റിക്കാർക്ക് വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കരിപ്പട്ടി. അതിന്റെ സെയിം സാധനമാണ് പനങ്കൽക്കണ്ടു. ശരിക്കും ഈ ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. ഷുഗർ പേഷ്യൻസിന് ഒരു ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല. ഷുഗർ ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. പലരും പറയാം അത് ഉപയോഗിക്കുക, ഇത് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് ഈ സ്റ്റീവിയ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. പക്ഷെ അതിന്റെ മധുരം വേറൊരു മധുര. അത് നമുക്ക് ചായയിൽ നിന്നിട്ട് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്നെസ് അല്ല സ്റ്റീവിയക്കൊന്നും. സ്റ്റീവിയൊക്കെ ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ആളുകൾ കൊണ്ടുപോയിട്ട് ഇതിന് മധുരമാണ് അതിന്, പക്ഷെ അത് വേറൊരു സ്വീറ്റ്നെസ് ആണ്. അത് നമുക്ക് ആർക്കും അങ്ങനെ പിടിക്കുന്ന ഒരു സ്വീറ്റ്നെസ് അല്ല. കൂടുതലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇപ്പം നമുക്ക് കിട്ടുന്നതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് പാം ജാഗറിയാണ്, കരിപ്പട്ടി തന്നെയാണ്. അത് മിതമായിട്ട് ഉപയോഗിക്കുക. നമ്മളിത് എല്ലാത്തിനും എടുത്തിട്ട് കഴിക്കാണ്ട് യൂസ് ചെയ്യുക. അതിന്റെ തന്നെ സെയിം സാധനമാണ് പനങ്കൽക്കണ്ടം. ചെറുതായിട്ടുള്ള ഇത് അതിന്റെ ക്രിസ്റ്റൽസ് ആണ്. ഇത് ക്രിസ്റ്റൽസ് ആയിട്ട് വരുന്നതാണ്. ഇത് ഓരോ കൽക്കണ്ടത്തിലും പനയുടെ നാരുണ്ടാവും. ഇത് കണ്ടോ, കണ്ടോ, മനസ്സിലായോ? ഈ നാരിൽ പിടിച്ചത് ക്രിസ്റ്റലൈസ് ആവുന്നത്. അതായത് കരിമ്പനയുടെ കള്ളാണ് ഇതിന്റെ എല്ലാം ബേസ്. കരിപ്പട്ടിയുടെ, പാം ഷുഗറിന്റെ, പനങ്കൽക്കണ്ടത്തിന്റെ ഇതിന്റെ എല്ലാം ബേസ് പാം സാപ്പാണ്. സാപ്പ് എന്ന് പറയുമ്പോൾ കള്ളെന്ന് പറയുമ്പോൾ ഫെർമെന്റഡ് അല്ല, പതനി എന്ന് പറയും. ഫെർമെന്റഡ് അല്ലാത്ത കള്ള് ഉരുക്കി ഉണ്ടാക്കുന്നതാണ് കരിപ്പട്ടി. അത് ഉരുക്കിയിട്ട് ചെറ്റലിട്ട് എടുക്കുമ്പോഴാണ് കരിപ്പട്ടിയുടെ ഷേപ്പ് വരുന്നത്. ഇത് മൺകുടത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് അതിലേക്ക് ഈ പനയുടെ നാരിറക്കി വെക്കും. ഈ നാരിൽ പിടിച്ച് ഒരു 60-70 ദിവസം കൊണ്ട് ക്രിസ്റ്റലൈസ് ആവുന്നതാണ് ഒറിജിനൽ പനങ്കൽക്കണ്ടം. ഇത് കിലോയ്ക്ക് 800 രൂപ വില വരും. നമുക്ക് മാർക്കറ്റ് കിട്ടുന്നതിൽ 120 രൂപയുള്ളൂ. അത് സാധാ വെള്ളക്കൽക്കണ്ടാണ്. വെള്ളക്കൽക്കണ്ടത്തിലേക്ക് ഒന്നെങ്കിൽ അവർ കളർ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കരിപ്പട്ടി കുറച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കളറാക്കുന്നു. സോ അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 80 തന്നെയാണ്. ശരിക്കും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ സാധനം കഴിക്കണമെങ്കിൽ ഒറിജിനൽ പനങ്കൽക്കണ്ട കഴിക്കുക, അല്ലെങ്കിൽ ഒറിജിനൽ കരിപ്പട്ടി കഴിക്കുക, അല്ലെങ്കിൽ പാം ഷുഗർ കഴിക്കുക. ഇതിനാണ് ശരിക്കും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞത്. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇത് 800 വരും, കിലോ 800 വരും. ഇത് ശരിക്കും നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഇൻഫന്റ് ബേബീസിന് നമ്മൾ കുറുക്കിൽ ആഡ് ചെയ്യുന്നത് ഇതാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് കൂടുതൽ കിട്ടുന്ന സാധനം മറ്റേതാണ്. ഇത് ഇപ്പൊ പലരുടെയും കിട്ടി തുടങ്ങി കേട്ടോ. എന്നാലും ഇത് പാടാ കിട്ടാൻ, ക്വാണ്ടിറ്റി ഇല്ല, നമുക്ക് മറ്റേതുപോലെ കിട്ടില്ല. ഇപ്പൊ കരിപ്പട്ടി ആണെങ്കിലും ഇത് വർഷത്തിൽ 2 മാസം ഇതിന്റെ പ്രൊഡക്ഷൻ ഉള്ളൂ. നമുക്ക് മറ്റേതുപോലെ അങ്ങനെ ക്വാണ്ടിറ്റി കിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ സ്നാക്സുകളാണ്. അതായത് കാവറുത്തത്, ചിപ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന എല്ലാ സാധനവും ഡ്രൈ ഫ്രൂട്ട് മിക്സ്ചറാണ്. ഇത് മിക്സ് ഓഫ് ഓൾ സീഡ്സ്, പൾസസ്, നട്ട്സ്, റൈസിൻസ്, ഇതിന്റെ എല്ലാം കൂടെ മിക്സ് ആണത്.
ഇത് പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണോ? എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, നമ്മൾ മേക്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് നോർമലി അങ്ങനെ കിട്ടുന്ന സാധനമല്ല. പിന്നെ കൂടുതലും ഇത് നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ നല്ലൊരു പെർസെന്റേജും വെളിച്ചെണ്ണ ചെയ്യുന്നതാണ്. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കണം, അതുകൊണ്ട് ഷെൽഫ് ലൈഫ് കുറവാണ്. വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പൊടികളെല്ലാം നമ്മൾ മേക്ക് ചെയ്യുന്ന വെളിച്ചെണ്ണ നമ്മുടെ ഓൺ മേക്കാണ്. വെളിച്ചെണ്ണ മാത്രം, ബാക്കിയുള്ള ഓയിൽസ് എല്ലാം പ്രൊക്യൂർ ചെയ്യുന്നതാണ്. വെളിച്ചെണ്ണ മാത്രം നമ്മുടെ മേക്കാണ്. പിന്നെ ഇതിലുള്ള വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതിന്റെ ടപ്പിയൊക്കെ ഫ്രൈ, ഇതൊക്കെ കുഴലപ്പാണ്. ഇതൊക്കെ നമ്മുടെ അവിടെ കോലഞ്ചേരിയിൽ ഒരു വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ നാടൻ കുഴലപ്പം. ഇത് നമ്മുടെ നാടൻ കോലഞ്ചേരിയിലൊക്കെ ഇതൊരു ട്രഡീഷണൽ സാധനം. ഈ കല്യാണത്തിന് തലേദിവസം അച്ചപ്പം കുഴലപ്പം ഉണ്ടയാണ് അതിന്റെ ഒരു ട്രഡീഷണൽ സാധനം. പിന്നെ ഒരു പിടിയുണ്ട്, പിടിയുടെ പൊടി അപ്പുറം ഉണ്ട്, പിടിപ്പൊടി. ഇത് നമ്മുടെ ശർക്കര പൊടിയാണ്. ഇതൊക്കെ ഓർഗാനിക് ശർക്കര യൂസ് ചെയ്താണ്, കറുത്തിരിക്കുന്നത്. ഓർഗാനിക് ജാഗറിയാണ് യൂസ് ചെയ്തതാണ്. ആൻഡ് ഇത് പാവയ്ക്കയാണ്, പാവയ്ക്കയുടെ ചിപ്സ് ആണ്. ഇതെല്ലാം കോക്കനട്ട് ഓയിൽ ചെയ്യുന്നതാണ്. ഈ കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഷെൽഫ് ലൈഫ് ഭയങ്കര കുറവായിരിക്കും. ഓയിലി ചെയ്യുമ്പം കൂടുതൽ കിട്ടും, മറ്റേത് പെട്ടെന്ന് കാറിപ്പോവും. വെളിച്ചെണ്ണയ്ക്ക് പ്രശ്നമുണ്ട്, ഷെൽഫ് ലൈഫ് ഭയങ്കര കുറവായിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൂടുതലും ഓയിലിന് കോസ്റ്റും കുറവാണ്, ഷെൽഫ് ലൈഫും കൂടുതലായിട്ടുണ്ട്. എല്ലാവരും ഓയിൽസ് ആണ് നോർമലി യൂസ് ചെയ്യുക. ഇത് കരിപ്പട്ടിയുടെ ചുക്ക്, തിപ്പലി, കാടമം എല്ലാം ആഡ് ചെയ്താണ്. നമുക്ക് ജിഞ്ചർ, നമുക്ക് ത്രോട്ട് പെയിനൊക്കെ നല്ലതാണ്. എല്ലാം ഉണ്ട് ഇതിൽ, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ചുമ്മാ കഴിക്കാവുന്ന, അല്ലെങ്കിൽ ചായയിലൊക്കെ ഇടാവുന്ന, ചുക്ക് കാപ്പിക്കൊക്കെ ഇടാവുന്ന സാധനം. ഇത് മറയൂർ ശർക്കരയുടെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. കല്ല്, കരട്, കുമ്മായം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, ടോപ്പ് ക്വാളിറ്റിയാണ്. അവരുടെ തന്നെ ക്യൂബ്സ് ആണത്. അതിന്റെ തന്നെ ചുക്കിട്ടാണത്, മറയൂർ ശർക്കരയുടെ തന്നെ പൊടിയാണിത്. ഇത് ശർക്കരയുടെ ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്, സർട്ടിഫൈഡ് ജാഗറിയാണ്. ഇത് നമുക്ക് ചെന്നൈ ബേസ്ഡ് ഒരു പാർട്ടിയുടെ നിന്ന് എടുക്കുന്നതാണ്. ഇത് മറയൂരിന്റെ മാർക്കറ്റിൽ കിട്ടണ മറയൂർ ശർക്കര. അത് നമുക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ മൂവ്മെന്റ് ഇല്ല. പക്ഷെ ഇത് വെച്ചേക്കണതിന്റെ കാര്യം, ഇത് കോസ്റ്റ് വൈസ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നോർമലി 68 രൂപയുള്ളൂ മറയൂരിന്, മറ്റേത് ഏതാണ്ട് ഓൾമോസ്റ്റ് അതിന്റെ ഡബിൾ കോസ്റ്റ് വരും. അപ്പൊ അത് വ്യത്യാസമുണ്ട്. മറ്റേത് കല്ല്, കരടൊക്കെ ഉണ്ടാവും, നമ്മൾ അരിക്കണം. ഞാൻ ഒരു പ്രാവശ്യം 60 രൂപ സാധനം നന്നായിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് അവിടെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കോസ്റ്റും ഉണ്ട്. ഇത് എക്സ്പോർട്ടിന് കൂടി ചെയ്യുന്നവർക്കൊക്കെയാണ് കൂടുതലും ഈ 5 ടൈംസ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് എല്ലാം ചെയ്യുന്ന ആൾക്കാർ. ഞാൻ അങ്ങനെയുള്ളവരൊന്ന് പ്രൊക്യൂർ ചെയ്യുന്നതാണിത്. സോ അതിന്റെ ക്വാളിറ്റി ഉണ്ട് ആ സാധനത്തിന്. നമുക്ക് വേറെ അരിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നല്ല ക്വാളിറ്റി ആയിരിക്കും. ഇത് പയറ് പരിപ്പിന്റെ, നമ്മളിപ്പോൾ അപ്പുറം കണ്ടതെല്ലാം നോർമലാണ്, ഹൈ ക്വാളിറ്റി. ഇത് പയറ് പരിപ്പിന്റെ ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. ഇത് ചെറുപയറാണ്, ചെറുപയറിന്റെ കളർ അൺപോളിഷ്ഡ് ആയിരിക്കും. ഓർഗാനിക് സർട്ടിഫൈഡ് ചെറുപയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നോർമലി നമ്മുടെ പയറ് പരിപ്പുകളെല്ലാം ട്രീറ്റഡ് ആയിരിക്കും. അതായത് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി കെമിക്കലി ഫ്യൂമിഗേറ്റ് ചെയ്ത സാധനങ്ങളായിരിക്കും കൂടുതലും നമുക്ക് മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ. ഇത് അങ്ങനെയുള്ള പ്രോസസ്സുകളൊന്നും പാടില്ല. ഇതിൽ കെമിക്കൽ റെസിഡ്യൂ ഒന്നും പാടില്ല ശരിക്കും. അത് ഏതെങ്കിലും ഒരു ഫോം, ലൈക്ക് ഇപ്പോൾ എക്കോസേർട്ടോ USDA അങ്ങനെയുള്ള ഓർഗാനിക് സർട്ടിഫൈ ചെയ്യുന്ന ഫോംസ് സർട്ടിഫൈ ചെയ്ത പ്രോഡക്ട്സിനാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് ചുമ്മാ നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊന്നും അടിച്ചില്ലെങ്കിൽ പോലും നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന പല ക്ലീനിങ് സൊല്യൂഷൻ്റെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡിഷ് വാഷിന്റെ ഒക്കെ കണ്ടൻസ് നമ്മുടെ ഈ സാധനത്തിൽ വരാം. അങ്ങനെയൊന്നും പാടില്ല ശരിക്കും. അത് ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്ത പ്രോഡക്ട്സ് ആണ് ഓർഗാനിക് എന്ന് ക്ലെയിം ചെയ്ത് വിൽക്കുക. ആൻഡ് അത് എനിക്ക് അത് രണ്ട് സാധനം ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് ഒരാഴ്ചക്കുള്ളിൽ ചെള്ളം ഉണ്ടാവും. അതേസമയം നമ്മുടെ അപ്പുറം ചെറുപയർ നമുക്കൊരു 2-3 months ഷെൽഫ് ലൈഫ് കിട്ടും. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ ഈ പയറ് പരിപ്പിലെല്ലാം ശരിക്കും ഇൻസെക്ട്സിന്റെ ലാർവയുണ്ട്, മുട്ടയുണ്ടാവും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് ഓക്സിജൻ കോണ്ടാക്ട് വരുമ്പോൾ ചെള്ളായിട്ട് വരിക എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ആ ചെള്ളിന് ആ ലാർവനെ കളയാൻ വേണ്ടിയാണ് ഈ കെമിക്കൽ ഫ്യൂമിഗേഷൻ ചെയ്യുക. അപ്പം പിന്നെ ഒരു മാസം 2 മാസം സമയം എടുക്കും വേറെ ചെള്ള് കയറി മുട്ടയിട്ട് ഈ കുഞ്ഞായിട്ട് വരാൻ. അപ്പൊ അതുവരെ നമുക്ക് അത് കീപ്പ് ചെയ്യാം. അത് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഞാൻ 200 കിലോ എടുക്കുമ്പോൾ ഇത് 10 കിലോ എടുക്കുള്ളൂ. ഇതൊരു മാക്സിമം ഒരു 1 വീക്കിനുള്ളിൽ തീർന്നു പോകുന്ന ക്വാണ്ടിറ്റിയാണ്. ഒറ്റ ഗ്രേഡ് ഓർഗാനിക് നോൺ ഓർഗാനിക് അത്രേ ഉള്ളൂ. അല്ലാണ്ട് പല ഗ്രേഡ് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അതിന് തന്നെ സെയിം ഉഴുന്ന്, ഇതൊക്കെ നമ്മുടെ തൂരപ്പരിപ്പാണ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത് പിങ്ക് സോൾട്ട് ആണ്, ഹിമാലയൻ പിങ്ക്. അത് ശരിക്കും ഇന്ദുപ്പാണ് ശരിക്കും. ഇത് രണ്ടും തന്നെയാണ്. അതായത് ഇന്ദുപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈ റോക്ക് സാൾട്ടിനാണ് ഇന്ദുപ്പ് എന്ന് പറയുന്നത്. അത് വൈറ്റ് വരും, ബ്ലാക്ക് വരും, പിങ്ക് വരും. ബ്ലാക്ക് സാൾട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ഈ പാനിപൂരി ചാട്ടിലൊക്കെ ഇടുന്ന സാധനങ്ങൾ, അതിന് വേറെ ഫ്ലേവറാണ്. പിന്നെ അതിന്റെ വൈറ്റ് കളർ ഉണ്ട്, അതാണ് നമുക്ക് ഈ അങ്ങാടി മരുന്നുകളിലൊക്കെ കിട്ടുന്ന വെള്ള കളർ കല്ല് പോലെ ഇരിക്കുന്ന സാധനം. അത് നമുക്ക് ഈ മരുന്നുകൾക്ക്, ഈ കഷായത്തിന് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇന്ദുപ്പാണ്. ഇത് പാകിസ്ഥാനില്
ഹിമാലയത്തിന്റെ പാകിസ്ഥാൻ സൈഡിൽ മാത്രമാണ് ഹിമാലയൻ പിങ്ക് സാൾട്ട് ഉള്ളൂ. ഈ പിങ്കിഷ് കളർ മിനറൽ കണ്ടന്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. പല മിനറൽസിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇതിന് പിങ്കിഷ് ഷെയ്ഡ് ആയിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഭംഗിയാണ്. അതിന്റെ ക്രിസ്റ്റൽസ് അത് സെയിം തന്നെ ക്രിസ്റ്റൽസ് ആണ്. പൊടിക്കാണ് കുറച്ചുകൂടെ റേറ്റ് കുറവ്. പൊടി ഇതിപ്പോൾ കിലോ 90 രൂപയാണ് വരിക ഒരു കിലോയ്ക്ക്. ഇത് 120 വരും പെർ കിലോ. അതാണ് അതിന്റെ വ്യത്യാസം. ഇതാണ് നമ്മൾ അപ്പുറം കണ്ട മല്ലി, ചെറുമല്ലി. ആ പൊടി അല്ലേ, പൊടിച്ച് വെച്ചേക്കണ പൊടി. അതിന്റെ മല്ലി ഇതെന്താ സാധനം? അത് മിക്സഡ് ദാലാണ് എല്ലാം കൂടെ കൂടിയത്. അതിലെന്തൊക്കെ? ഇത് കൂടുതലും ഈ എനിക്ക് ബാക്കി സ്റ്റോഴ്സിലൊന്നും ഇത് പോവില്ല. ഇതിലിപ്പം നമുക്ക് മുതിര വരും, ഉഴുന്ന് വരും, തൂരപ്പരിപ്പ് വരും, ചനാദാൽ വരും, ചെറുപയർ പരിപ്പ് വരും, അങ്ങനെയുള്ള മിക്സഡ് ദാലാണ്. ഇത് കൂടുതൽ ഈ നോർത്തില് ഇവർ ഈ ദാൽ കറി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഈ തുളു ബ്രാഹ്മിൺസ് ഒക്കെ ഇല്ലേ, അവര് കൂടുതൽ ഈ ദോശ ഉണ്ടാക്കും വെച്ച് ഇത് അരച്ചിട്ട് ദോശ ഉണ്ടാക്കും. സൂപ്പർ ടേസ്റ്റ് ആണ് സാധനത്തിന്. അപ്പൊ ഇവിടെ ഈ ഞങ്ങൾക്ക് ഈ പനമ്പള്ളി നാറിൽ ഈ നേവിക്കാർ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കടയിരിക്കുന്ന ജൽവായു വിഹാറിന്റെ തൊട്ടടുത്താ. അപ്പം അവിടെയൊക്കെ ഉള്ളതെല്ലാം ഈ നോർത്ത് ഇന്ത്യൻസാ. ഇവിടെ ഒത്തിരി പേര് നോർത്ത് ഇന്ത്യൻസാ വരുന്നത്. അവർ ഈ സാധനം നന്നായിട്ട് കൊണ്ടുപോകും. പക്ഷെ എന്റെ തൃപ്പൂണിത്തുറ സ്റ്റോറിലും കോളേജിൽ സ്റ്റോറിലും ഇത് അനങ്ങിയില്ല, അങ്ങനെ പോവില്ല. ഈ സെന്റർ അങ്ങനെയുള്ള സാധനമാണ്. നേവി അങ്ങനെയുള്ള കുറച്ച് അധികം ആൾക്കാരുള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ അതിന്റെ കണ്ണങ്കായ പൊടി, ബനാന പൗഡർ, അതിന്റെ സ്ലൈസ്, അത് ആരോ റൂട്ട് പൗഡറാണ്, കൂവപ്പൊടി. ഇത് ചക്കയുടെ പൊടിയാണ്, ജാക്ക് ഫ്രൂട്ട് പൗഡർ. ഇതിപ്പോ തീർന്നിരിക്കുകയാണ്. ജാക്ക് ഫ്രൂട്ട് പൗഡർ ശരിക്കും നമുക്ക് എല്ലാ ഫുഡിന്റെ കൂടെ ആഡ് ചെയ്യാം. അതായത് ഇപ്പം പുട്ടില് ഇപ്പം അരി ഹൈ ഗ്ലൈസമിക് ഫുഡാണ്. ആൻഡ് ജാക്ക് ഫ്രൂട്ട് പൗഡർ ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സിനെ റെഗുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പുട്ടുണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ ആഡ് ചെയ്യാം, അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ ആഡ് ചെയ്യാം. സോ അങ്ങനെ യൂസ് ചെയ്യാം. നന്നായിട്ട് പോകുന്ന സാധനം ജാക്ക് ഫ്രൂട്ട് പൗഡർ. ഇതെന്താ ഈ സാധനം? അത് ശരിക്കും നമ്മുടെ ഫ്രൈൻസ് ഇല്ലേ, നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന മൈദയിലുള്ള ഫ്രൈൻസ് ആണ്. ഇത് എനിക്ക് ഈറോഡ് നിന്ന് വരുന്നതാണ്. ഇത് ഹോം മെയ്ഡ് ഫ്രൈൻസ് ആണ്. ഈ പണ്ടത്തെ ട്രഡീഷണൽ അവരുടെ ഒരു ഈ വടകം, അരി വടകം അങ്ങനെയൊക്കെ പറയുന്ന സാധനം. ഇത് ശരിക്കും മില്ലറ്റും റൈസും ആണ്. ആൻഡ് ഈ കളേഴ്സ് എല്ലാം ക്യാരറ്റ് ബീട്രൂട്ടിന്റെ കളേഴ്സാണ്. ക്യാരറ്റ് ബീട്രൂട്ടിന്റെ കളറാണത്. ഇത് നമുക്ക് ഫ്രൈൻസ് വറക്കാൻ, നമ്മൾ മറ്റേ ഈ നമ്മൾ വറക്കുമ്പോൾ നല്ല ഇതുമായിട്ട് വരില്ലേ, അത് കൂടുതൽ നമുക്ക് ഈ കളർഫുൾ കാണുന്നത് ഈ മാർക്കറ്റ് കാണുന്ന എല്ലാം മൈദ ബേസ്ഡ് ആണ്. ആൻഡ് സിന്തറ്റിക് കളേഴ്സും ആണ്. ഇത് അതിന്റെ നാച്ചുറൽ സാധനമാണ്. ഇത് ഫ്രൈൻസ് പെപ്പർ സോൾട്ടും കൂടെ ആഡ് ചെയ്ത സാധനമാണ്. അത് റെഡ് റൈസ് ചെയ്യുന്ന, മറ്റേത് മില്ലറ്റ് ആണ്. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ റൈസിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. പല ടൈപ്പ് റൈസ് ആണ്. അത് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും കിട്ടാത്ത ടൈപ്പ് റൈസ് ഉണ്ടോ? പല ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ 80% കുറെ ഐറ്റം തീർന്നിരിക്കുകയാണ്. ഈ ഭയങ്കര റെഡിഷ് കളർ, ഇത് ബ്രൗൺ റൈസ് ആണ്. ബ്രൗൺ റൈസിന്റെ ഇപ്പൊ ഞവര ഇതാണ്. ഇതാണ് ഞവര. ഇത് ബ്രൗൺ റൈസ് ആണ്. ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വടിയരിയുടെ 80% തവിടുള്ള 80% ആണ്. ഇതിന്റെ 100% ഉണ്ട്, 30 ഉണ്ട്, 50 ഉണ്ട്, 10% ഉണ്ട്. 4 ഗ്രേഡിൽ ഒരേ അരിയുടെ തന്നെ ഗ്രേഡ്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈബർ ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സിനെ റെഗുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ തവിടുള്ള അരി, ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ തവിടുള്ള അരി നല്ല. പിന്നെ നമ്മൾ ക്വാണ്ടിറ്റി അധികം കഴിക്കില്ല തവിടുണ്ടെങ്കിൽ. ഫൈബർ എപ്പോഴും ഡൈജഷനും നല്ലതാണ്. അപ്പൊ അളവ് കുറയും. പിന്നെ അത് യൂസ്ഡ് ആവണം. നമ്മൾ തവിടില്ലാണ്ട് കഴിച്ച് നമുക്ക് തവിടുള്ള അരി കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് അത് 10% ആക്കുക, 20 ആക്കുക, 30 ആക്കുക, അങ്ങനെ കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എപ്പോഴും റൈസ് എപ്പോഴും തവിടുള്ളത് കഴിക്കുകയാണ് നല്ലത്. ഞാൻ ഒരു പ്രാവശ്യം കൊല്ലംകോട് പോയി അവിടെ ഒരു റൈസ് ഉണ്ട്, നസർബാത്ത് എന്ന് പറഞ്ഞിട്ട്. നസർബാത്ത് ഭയങ്കര റേറ്റ് ആണ്. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് അരി, അത് വളം വേണ്ടാത്തൊരു അരിയാണ്, നെല്ലാണ്, തീരെ വളം വേണ്ട, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉണങ്ങി പോകും. അങ്ങനത്തെ സാധനമാണ്, ഭയങ്കര റേറ്റ് ആണ്. പക്ഷെ ഇതേമാതിരി നമ്മുടെ ഇവിടെ ഒത്തിരി ട്രഡീഷണൽ റൈസുകൾ ഉണ്ട്. ഇപ്പൊ പൊക്കാളി, അതുപോലെ പാൽത്തൊണ്ടി, അങ്ങനെയുള്ള റൈസുകളുണ്ട്. പൊക്കാളിയൊക്കെ കൃഷി ഇച്ചിരി പാടാ, റേറ്റ് ഉണ്ട്. ഒന്നാമത് ഇത് ആളുകൾ പ്രൈസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അകത്ത്. നല്ല സാധനം കിട്ടണമെങ്കിൽ വില കൊടുക്കണം, കാരണം അതിനുള്ള പണിയുണ്ട്. അത് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും നമുക്ക്. പക്ഷെ നമ്മളെപ്പോഴും ഈ ഓഫറും വിലക്കുറവ് എവിടെയാണ് നോക്കി പോകുമ്പോഴാണ് ഈ ഫുഡിൽ പ്രശ്നം. ഇപ്പൊ മാറി. ഇപ്പൊ കുറച്ച് ആഫ്റ്റർ കോവിഡ് ഭയങ്കരമായിട്ടൊരു ആളുകൾ കുറച്ചുകൂടെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ടുണ്ട്. വ്യത്യാസമുണ്ട്. ഇത് ഞവരയാണ്. ഇത് മാപ്പിളച്ചെമ്പ റൈസ് ഇതായിരുന്നു, ഇത് തീർന്നു. ഇതിപ്പോ എന്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. ഇത് കാട്ടിയാൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ബ്ലാക്ക് റൈസ് ആണ്. അതും തീർന്നു. അതെല്ലാം തീർന്നിരിക്കുക. എല്ലാം നാളെ വരും. ഇത് പാൽത്തൊണ്ടി, ഇതാണ് ഞാൻ പറഞ്ഞത് വയനാടൻ റൈസ്. അത് പാൽത്തൊണ്ടി ഉണ്ടേരിയിൽ നല്ല ഏറ്റവും ടേസ്റ്റ് ഉള്ള അരികളിൽ ഒന്നാണ്. ഇത് 120 രൂപയാണ് ഓർഗാനിക്കിന്. നോർമലാണെങ്കിൽ 52, 52 രൂപ. 1 kg 120. അത് ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. മറ്റേതുള്ളത് നമുക്ക് നോർമൽ ഇതിന്റെ സർട്ടിഫൈഡ് അല്ലാത്തതുണ്ട്. അത് 52 രൂപ. സെയിം റൈസ് തന്നെ, ഓൾമോസ്റ്റ് ഡബിൾ കോസ്റ്റ് വ്യത്യാസമുണ്ട്. അത് വറ്റൽമുളകിന്റെ ഓർഗാനിക് ആണ്. ഇത് ഇങ്ങനെ തന്നെയാണ് വരിക, വിത്തൗട്ട് സ്റ്റമ്മൊന്നും ഇല്ലാണ്ട് എല്ലാം ക്ലീൻ ചെയ്ത സാധനമാണ് വരുന്നത്. ഇത് മറ്റേ പിരിയമുളകാണ്. ഡബ്ബി എന്ന് പറഞ്ഞ വെറൈറ്റി ആണത്. ഡബ്ബി ചില്ലി എന്ന് പറയും. ഇത് ഉണക്കലരിയാണ്. ഇത് റെഡ് റൈസാണ്.
റെഡ് റൈസ്. ഈ ചോറിന്റെ ചോറിന് കഞ്ഞി പോലെ ഉണ്ടാക്കും. പിന്നെ അതിൽ 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു, രക്തശാലി, അങ്ങനെ 3-4 ടൈപ്പ് റൈസ് വേറെ ഉണ്ടായിരുന്നു. ഇനി അവരെയാണ്. ഇതൊക്കെ സ്പൈസസ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ സീഡുകളാണ്, ചിയ, ഫ്ലാക്ക്, അങ്ങനെയുള്ള സീഡ് വെറൈറ്റീസ് ആണ് ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. ഇത് ചുക്ക് കോഫിയുടെ മിക്സാണ്. അതായത് എല്ലാം ഉണ്ട്, കോഫി ഇല്ല, ബാക്കി എല്ലാ ഐറ്റംസ് ഉണ്ടാവും. ജിഞ്ചർ സ്പൂൺ ഇടുക, കോഫി ഇടുക, അങ്ങനെ ഇട്ടിട്ട് യൂസ് ചെയ്യാവുന്ന 20 ഐറ്റം മിക്സ് ആണത്. ഇരട്ടി മധുരം അങ്ങനെ എല്ലാം കൂടെ കൂടി. ബോട്ടിൽ മുകളിൽ അത് നമുക്ക് ഇപ്പം ബോട്ടിൽ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ജാസ് കൊണ്ടുപോകാം യൂസ് ചെയ്യാൻ വേണ്ടി സെയിലിന്. അത് 20 റുപ്പീസ് 30 റുപ്പീസ് അങ്ങനെ ഗ്ലാസ് ബോട്ടിൽസ് നമ്മൾ സെയിലിന് വെച്ചാണ്. അത് തിരിച്ചു കൊണ്ടുവന്നാൽ പൈസ തിരിച്ചും കൊടുക്കും. ഇത് ടീ പൗഡേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇതെല്ലാം സിംഗിൾ ഒറിജിൻ ടീസ് ആയിരിക്കും, ബ്ലെൻഡഡ് ആയിരിക്കില്ല. നമുക്ക് കിട്ടുന്ന പല തേയിലകളും ബ്ലെൻഡ് ചെയ്യുന്ന. ഇത് നമ്മളിവിടെ ഓപ്ഷൻ എടുക്കുന്നതാണ്. അതായത് ഇപ്പം നമുക്ക് സൂര്യനെല്ലി വരുന്നുണ്ട്, അങ്ങനെ ഡിഫറെന്റ് തോട്ടങ്ങളിലെ തേയിലയാണ്. ഇത് നീലഗിരിയാണ്. ഇത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീൻ്റെ ഇത് നമുക്ക് ഓർഗാനിക് ഉണ്ട്. ഇത് തേയിലയുടെ ഓർഗാനിക് ടീ ആണ്. അത് വൈറ്റ് ടീ ഉണ്ട്, ഞാൻ വെച്ചിട്ടില്ല. അത് നല്ല സൂപ്പർ എക്സ്പെൻസീവ് ആണ്, റേറ്റ് ആണ്. ലൈക്ക് 30,000 ഒക്കെ അടുത്ത് റേറ്റ് വരും. അത് ഇവർക്കുണ്ട്, ഇവരുടെ കയ്യിലുണ്ട്. ഇതിന്റെ തന്നെ ഓർഗാനിക് പാലാർ എന്ന് പറഞ്ഞത് ഇതും ഓർഗാനിക്കാ, ലീഫ് ടീ ആണ്. ഇവർക്ക് തന്നെ വൈറ്റ് ടീ ഉണ്ട്, പിന്നെ സിൽവർ ടിപ്സ് ഗോൾഡൻ ടിപ്സ് എന്നൊക്കെ പറഞ്ഞ 2-3 വെറൈറ്റി ഉണ്ട്. സൂപ്പർ എക്സ്പെൻസീവ് അത്. പക്ഷേ യൂറോപ്യൻസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത്, അവർ എക്സ്പോർട്ട് ചെയ്യുന്ന പുറത്തേക്ക്. ആൻഡ് നമുക്ക് എപ്പോഴും തേയില കുറച്ചുകൂടെ നമ്മുടെ തേയിലേക്കാളും ഫ്ലേവർ ആസാമിനാണ്. ഇത് ആസാം ടീ ആണ്. ആസാം ഓൾമോസ്റ്റ് നമ്മുടെ ഡബിൾ എലിവേഷനാണ്. അതായത് മൂന്നാറിന്റെ ഒക്കെ ഓൾമോസ്റ്റ് ഡബിളിലാണ് ആസാമിന്റെ ഹൈറ്റ് കിടക്കുന്നത്. സോ എപ്പോഴും തേയിലക്ക് ആ ഫ്ലേവർ അതിനുണ്ടാവും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനാണ് ഏറ്റവും ആസാം ടീയുടെ ഫ്ലേവർ നമുക്ക് നമ്മുടെ ടീക്ക് കിട്ടുന്നില്ല. ഇത് ഗ്രീൻ ടീ ആണ്. ഇവര് നന്നായിട്ട് ചെയ്യുന്ന കേട്ടോ. ഇവര് 20 acres ലാൻഡ് ഉള്ളവർക്ക് നെടുങ്കണ്ടത്താണ്. അവര് സൂപ്പർ ആയിട്ട് ലോക്കൽ മാർക്കറ്റ് വരും. ഇടുക്കിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. സൂപ്പർ തേയിലയാണ്. വിലയുണ്ട്, 850 വരും per kilo. അവലുകൾ ഇത് നമ്മുടെ മട്ടേരിയുടെ അവല്, അതിന്റെ തിന്നവലാണ്. ഇത് വൈറ്റ് റൈസിന്റെ അവല്. ഇത് നമ്മുടെ വാളംപുളിയാണ്, നമ്മൾ ഉപ്പിട്ടിടിച്ചത്. ഇത് ഉപ്പിട്ടിടിക്കാത്ത പുളി. ഇത് നിങ്ങളുടെ നാട്ടിൽ കോലം ചെയ്യുന്നവരാണോ? ഇത് ഇടുക്കി സൈഡാണ് കൂടുതൽ എടുക്കുന്നത്. ഇത് കടുക്, ഉലുവ, ജീരകം ഇതിന്റെയൊക്കെ ഓർഗാനിക്കും നോൺ ഓർഗാനിക്കും. ഇത് കടുകിന്റെ ഓർഗാനിക്, നോൺ ഓർഗാനിക്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 100 ഗ്രാം കടുക് വാങ്ങുന്നത് 20 രൂപയ്ക്കാണ് പാക്കറ്റ്. ലൂസ് ആണെങ്കിൽ അത് 12 രൂപയുള്ളൂ. 8 രൂപ നമുക്ക് ലാഭമുണ്ട് പാക്കറ്റിൽ നിന്ന് ലൂസിലേക്ക് മാറുമ്പോൾ. ഓർഗാനിക്കിന് അത് 25 രൂപ. അതായത് നമ്മൾ പാക്കറ്റ് നോർമൽ വാങ്ങണ വിലയ്ക്ക് നമുക്ക് ഓർഗാനിക് ലൂസ് എടുക്കാം. കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ നമ്മള് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഹൈ പ്രൈസ് അങ്ങനെ ആയിരിക്കില്ല. ഇതും ഉലുവയൊക്കെ അങ്ങനെ തന്നെ ഏതാണ്ട് ആ കോസ്റ്റ് തന്നെ നമുക്കത് കിട്ടും. ഇത് നമ്മുടെ ഓയിൽസ് എല്ലാം, വെളിച്ചെണ്ണ, എള്ളെണ്ണ, സൺഫ്ലവർ ഓയിൽ, ഗ്രൗണ്ട് ഓയിൽ, മസ്റ്റേർഡ് ഓയിൽ, റൈസ്. അല്ല, വെളിച്ചെണ്ണ മാത്രം നമ്മൾ മേക്ക് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാം പ്രൊക്യൂർ ചെയ്യുന്നതാണ്. പ്രൊക്യൂർ ചെയ്യുന്ന എല്ലാം ഓർഗാനിക് ആയിരിക്കും. അതെല്ലാം ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. ഗ്രൗണ്ട് നട്ട്, മസ്റ്റേർഡ്, എള്ളെണ്ണ. ഇത് കാരൾ എന്ന് പറയും. ഇത് ഓർഗാനിക് അല്ല, പക്ഷെ ഇത് നമ്മൾ ലോക്കലി സോഴ്സ് ചെയ്യുന്നതാണ്. കാരൾ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ തേച്ച് കുളിക്കാൻ, വായിക്കൊള്ളാൻ, അതുപോലെ ദോശയ്ക്ക് വരട്ടാൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എള്ളെണ്ണ കാരളാണ്. നല്ല ബ്ലാക്ക് കളറായിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടുന്ന എള്ളെണ്ണയുടെ കളർ ഇതാ, ഈ ഷെയ്ഡാണ്. ഇത് ഒലിവോയിലാണ്. ഈ ഒരു ഷെയ്ഡാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന എള്ളെണ്ണ. കാരളിലാണ് ശരിക്കും. നല്ല തണുപ്പാണ്, നല്ല എള്ളിന്റെ ഫ്ലേവറാണ്. ഇത് എള്ളെണ്ണയുടെ കോൾ പ്രസ്ഡ് ആണ്, മരച്ചക്കിലാട്ടണേ, വിത്ത് പാം ജാഗ്രി, കരിപ്പട്ടി ഇട്ടാട്ടണേ. ഇത് നോർമൽ ടൈപ്പ്. അതുപോലെ ഇത് കടുകിന്റെ എണ്ണയാണ്, നിലക്കടലയുടെ എണ്ണ. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്. 750 വരും per kilo. ഇതെല്ലാം ബ്രെഡാണ്, പേപ്പറിലാണ് പണ്ടത്തെ പോലെ. ഇത് ഹോം മെയ്ഡാ, സൂപ്പർ ബ്രെഡാണ്. ഇത് പ്യുവർ ബട്ടർ ചെയ്യുന്ന ബ്രെഡാണ്. ഇത് ഞങ്ങൾ സാമ്പിള്, അത് 120 ആണ് കോസ്റ്റ് ഉണ്ട്. ഒരു പീസ് കഴിച്ചു നോക്കും, അപ്പോൾ മനസ്സിലാവും എന്താണ് അതിന്റെ. ആ സെയിം സാധനം തന്നെയാണ്. ആ സെയിം സാധനം ഞങ്ങൾ സാമ്പിൾ വെച്ച് തന്നെയാണ് ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ. കഴിച്ചു നോക്കി. നല്ല മണമുണ്ട്. ബട്ടർ പ്യുവർ ബട്ടറി ചെയ്യുന്നോണ്ടാ. കൂടുതലും നമ്മൾക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന ബ്രെഡ്സ് നല്ലൊരു പെർസെന്റേജ് അവർ ചെയ്യുന്ന മാർജിൻ എന്ന് പറഞ്ഞ ബട്ടറിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതാണ് യൂസ് ചെയ്യുക. അത് ഭയങ്കര ചീപ്പാ കമ്പയർഡ് ടു ബട്ടർ. ഭയങ്കര കോസ്റ്റ് കുറവാണ്. അതാണ് ബട്ടറിൽ അല്ല ബ്രെഡിൽ കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഇത് പ്യുവർ ബട്ടറി ചെയ്യുന്നത്. ഇവർ പുറത്തായിരുന്നു, US അമ്മയും മകനും ഉള്ളൂ. അവരിവിടെ വന്ന് റിട്ടേൺ വന്നിട്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ്. വീട്ടിൽ തുടങ്ങി ഇവിടെ തന്നെ എറണാകുളം തന്നെ, ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ. നമ്മുടെ ഈ 2ാം സെക്കൻഡ് ക്രോസ് റോഡിലാണ് താമസം.
സൂപ്പർ സാധനം, അടിപൊളി സാധനമാണ്. ഡയറക്റ്റ് സെയിൽ മാത്രമേ ഉള്ളൂ, ഓൺലൈൻ ഉണ്ടോ? ഓൺലൈന് ചെയ്യാത്തതിൻ്റെ കാര്യം ഒന്നാമത് നമുക്ക് ഓൺലൈനിലേക്ക് പോകുമ്പോൾ ഇത് പ്ലാസ്റ്റിക് പാക്കേജിങ്ങിലേക്ക് പോകേണ്ടി വരും. പേപ്പറിൽ നമുക്ക് ഒരിക്കലും പേപ്പറിൽ നമുക്ക് കൊണ്ടുപോകുന്ന സ്ഥലം, ഇപ്പോൾ ഞാനിവിടെ കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് വരുന്നവരാണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാൻ പറയും. കാരണം ഈ പേപ്പർ കവറിൽ ഇരുന്ന സാധനം പല സാധനങ്ങൾ തണുത്തു പോകും. പിന്നെ ഈ മുളക് പൊടി അങ്ങനെയുള്ള സാധനത്തിലൊക്കെ അതിൻ്റെ ഓയിലുണ്ട്, ആ ഓയിൽ പേപ്പർ കവറിലേക്ക് അബ്സോർബ് ആവും, അപ്പോൾ ഷെൽഫ് ലൈഫ് കുറയും. അപ്പോൾ ഇത് ട്രാൻസിറ്റിന് ബുദ്ധിമുട്ടാണ് ശരിക്കും നമുക്ക് പേപ്പറിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈൻ ഡെഫിനറ്റ്ലി ചെയ്യാനുള്ള പരിപാടിയുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ചിലർ ഈ പിള്ളേർക്കൊക്കെ പനങ്കൽക്കണ്ടം വേണമെന്നൊക്കെ പറഞ്ഞു വിളിക്കും. അങ്ങനെയുള്ളവർക്ക് ഞാൻ പിന്നെ പ്ലാസ്റ്റിക്കിലാണെങ്കിലും അയച്ചു കൊടുക്കും. അപ്പോൾ വേറെ സ്ഥലത്ത് കിട്ടാനില്ലാത്തതുകൊണ്ട് അങ്ങനെ. പിന്നെ അത് മാത്രമല്ല അതെ 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 ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ കാര്യം. നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാലാണ് എപ്പോഴും കസ്റ്റമർ ഉള്ളൂ, അല്ലാണ്ട് ക്വാളിറ്റിയാണ് എൻ്റെ പ്രൈം സാധനം. പിന്നെ പ്രൈസും റീസണബിൾ ആയിരിക്കണം. വില നമ്മൾ ചുമ്മാ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ വില ഇട്ടിട്ടും കാര്യമില്ല. നമുക്ക് എപ്പോഴും ഒരു റീസണബിൾ പ്രൈസ് ആയിരിക്കും. നല്ല ക്വാളിറ്റി സാധനം കൊടുത്താൽ എപ്പോഴും കസ്റ്റമർ ഉണ്ട്. ഞാനിതിനൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടില്ല. ഞാൻ 6 വർഷമായി കട തുടങ്ങിയിട്ട് ഒരു നോട്ടീസ് പോലും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അത്രയുള്ള പരിപാടിയുള്ളൂ, ഒരു ഇതും കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ബിസിനസ് നടക്കുന്നുണ്ടല്ലോ. എപ്പോഴും നല്ല സാധനം കൊടുത്താൽ കസ്റ്റമർ ഉണ്ട്, സാധനം നല്ല കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് അലഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു കൺസെപ്റ്റ് നമ്മളെ നാട്ടിൽ എങ്ങനെ കണ്ടല്ലോ? ബാംഗ്ലൂർ ഉണ്ടോ? ഇല്ല, ബാംഗ്ലൂരും എന്റെ അറിവിൽ എന്തോ തുടങ്ങിയെന്ന് എന്തോ ഇത് വന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഒരു കൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തോന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ അതെ അതെ. പുറമേയും ഇത് അത്ര ഇതായിട്ടില്ല. പുറമേ ഇങ്ങനെയുള്ള സ്റ്റോഴ്സ് വളരെ കുറവാണ്, വളരെ ചുരുക്കം സ്റ്റോഴ്സേ ഉള്ളൂ. ഇത് മെയിനായിട്ട് ഇത് ഈ സീറോ വേസ്റ്റിനേക്കാളും ഉപരി നല്ല സാധനം ആളുകൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കസ്റ്റമർ ഉള്ളത്. സീറോ വേസ്റ്റ് അതിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് എറണാകുളം പോലെ ഒരു ടൗണിൽ ഇത് ഡിസ്പോസൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലാറ്റുകൾ താമസിക്കുന്നു, പലയിടത്തും ഇൻസിനേറ്റേഴ്സ് വെച്ച് കത്തിക്കും. അതൊക്കെ ദോഷമെന്നുള്ള ആളുകൾക്ക് തന്നെ അറിയാം. അപ്പോൾ അവർ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ്, പണ്ടത്തെ പോലെയല്ല. ആളുകൾ കുറച്ചുകൂടെ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 80% കസ്റ്റമേഴ്സ് ഇവിടെ കണ്ടെയ്നേഴ്സ് ആയിട്ട് വരിക പാത്രം എടുക്കാൻ. അപ്പൊ കോലഞ്ചേരി സ്റ്റോറിൽ അത് വളരെ കുറവാണ്. അതെന്താന്ന് വെച്ചാൽ അവരുടെ ഡിസ്പോസൽ കുറച്ചുകൂടെ ഈസിയാണ്. ടൗൺ ഏരിയാസിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കളയാൻ സ്ഥലമില്ല. അതെ അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മള് 1-2 ഐറ്റം വാങ്ങിക്കണമെങ്കിൽ ഇത് മന്ത്ലി ആകുമ്പോഴേക്കും ഹ്യൂജ്, അതെല്ലാം പ്ലാസ്റ്റിക് കവറിലായാലും. അപ്പൊ മാക്സിമം വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പൊ അവരും തയ്യാറാവുന്നുണ്ട് കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന്. പിന്നെ ഇത് സൂപ്പർ കൺവീനിയന്റ് ആണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും പാത്രം കൊണ്ടുവരണല്ലോ, റീഫിൽ ചെയ്യണല്ലോ, ആരെങ്കിലും വരുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് ഭയങ്കര കൺവീനിയന്റ്. ഇത് വീട്ടിൽ ചെന്നത് പകർത്തണ്ട, കറക്റ്റ് സാധനം നമുക്ക് വാങ്ങിക്കാം, നേരെ കയറ്റി വെച്ചാൽ മതി. ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ലൂസായിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ. അപ്പൊ കണ്ടെയ്നേഴ്സ് ചിലർ ഇവിടെ ജോലിക്ക് പോകുമ്പം കണ്ടെയ്നേഴ്സ് ഇവിടെ തന്നിട്ട് പോകും. അതായത് ഒരു ബിഗ് ഷോപ്പിന്റെ അത് 10-20 കണ്ടെയ്നർ ഉണ്ടാവും. എല്ലാത്തിലും ചെറുപയർ, വെള്ളപ്പയർ, കടല, ക്ലീനിങ് സൊല്യൂഷൻ, ഷാമ്പു എഴുതി കൊടുച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സാധനങ്ങൾ അതായത് ഫില്ല് ചെയ്ത് എടുത്ത് വെക്കും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോൾ വണ്ടിയിൽ കൊടുത്തു വിടും. ഇവർക്ക് വീട്ടിൽ ചെന്ന് പണിയില്ല. അതെ, കൊച്ചി ബിസി ലൈഫാണ്. ബട്ട് ആൾക്കാർ അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. ആൾക്കാർക്ക് നല്ല ഫുഡ് കിട്ടുമെങ്കിൽ ആൾക്കാർ വാങ്ങാൻ തയ്യാറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി നിങ്ങളിപ്പോ ഞാൻ സംസാരിച്ചോടത്തിൽ മാനുഫാക്ചേഴ്സ്, ഒരുപാട് മാനുഫാക്ചേഴ്സ് സാധനങ്ങളായിട്ട് വരുന്നുണ്ട്. ഇതെങ്ങനെ കണ്ടെത്തണം ഇത്രയും മാനുഫാക്ചേഴ്സിന്? ഞാൻ എപ്പോഴും ഒരു സാധനമാണ് ഞാൻ ഒരു ബ്രാൻഡ് മേടിക്കുന്ന ആ കമ്പനി പോയി കോൺടാക്ട് ചെയ്ത്. ഇത് അങ്ങനെയല്ല. ഇത് കൂടുതൽ ഇപ്പൊ ഞാൻ അവിടെ രസപ്പൊടി കാണിച്ചില്ലേ, രസമൊക്കെ നമുക്ക് കിഴക്കമ്പലത്തിൽ ചേച്ചി ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ കണ്ടെത്തണത് അത്രയും എങ്ങനെയൊക്കെ എന്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. അത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് ഒക്കെ ഒത്തിരി വന്നേക്കണോണ്ട് അതൊരു അഡ്വാൻറ്റേജാണ്. അപ്പം ഈ ഇത് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ചെയ്യണവർ എന്നെ കോൺടാക്ട് ചെയ്യും, അവർ സാമ്പിൾസ് അയക്കും. അങ്ങനെയൊക്കെ പല പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല എല്ലാത്തിന്റെ ഇവിടെ എല്ലാ സാധനങ്ങളും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ്, എത്ര കഴിക്കാന്നൊക്കെ ഉള്ളത്. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഒരു കണക്കുണ്ട്, ലൈക്ക് എത്ര പ്ലാസ്റ്റിക് സേവ് ചെയ്തു എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ 41 lakh പീസസ് ഓഫ് പ്ലാസ്റ്റിക് ഈ 6 വർഷം കൊണ്ട് എന്റെ 3 സ്റ്റോറിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റുമോ? അത് ഓരോ ബില്ലിലും പ്രിന്റ് ചെയ്ത്. അങ്ങനെ ഉണ്ടല്ലേ? ഹായ്, എല്ലാ ബില്ലിലും ഉണ്ടാവും. ജോബ് ഒരു ബില്ലൊന്ന് പ്രിന്റ് തരുമോ? ബില്ലിന്റെ അവസാനം ഉണ്ടാവും എത്ര പ്ലാസ്റ്റിക് സേവ് ചെയ്തെന്നുള്ളത്. അപ്പൊ നോർമലി സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്ര കോസ്റ്റ് സേവ് ചെയ്തു എന്നൊക്കെ എടുക്കുമ്പോൾ എനിക്ക് നോർമലി ബില്ല് ഇത്ര പ്ലാസ്റ്റിക് ഇപ്പൊ കണ്ടോ, 11 പ്ലാസ്റ്റിക്. എത്ര സാധനം വാങ്ങിച്ചപ്പോൾ 11 പീസ് ഓഫ് പ്ലാസ്റ്റിക് സേവ് ചെയ്തെന്നുള്ളതാണ്. സോ അപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്. സോ അങ്ങനെ അത്രയും പ്ലാസ്റ്റിക് സേവ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ കൂടുതലും എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രാഞ്ചൈസി എൻക്വയറി വരുന്നുണ്ട്. ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസീസ് നിലവിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ, മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ലൂസ് ആയതുകൊണ്ട് നമുക്കത്, അതുകൊണ്ട് നിലവിൽ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ ഫ്രാഞ്ചൈസീസിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഓൺ സ്റ്റോഴ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാക്കനാട് ഒരു സ്റ്റോർ ആലോചിക്കുന്നുണ്ട്, തൊടുപുഴ
ഒരു ഏതാണ്ട് ഒരു സംസാരിച്ച ഒരു സെറ്റ് ആയിട്ടുണ്ട്. കാക്കനാട് ഭയങ്കര റെന്റാ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഒന്നാമത് ഗ്രോസറിക്ക് ഒരുപാട് റെന്റും പ്രോഫിറ്റ് വളരെ മിനിമൽ അതിൽ പോക്കാം. അപ്പം നമുക്ക് ഒരുപാട് റെന്റിലേക്കും ഇത് പോകാനും പിന്നെ പലതും ഷെൽഫ് ലൈഫ് കുറവാണ്. അപ്പം ഇപ്പൊ തൊടുപുഴ എനിക്ക് കോളേജിലെ സ്റ്റോറിലേക്ക് തൊടുപുഴയിൽ നിന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എറണാകുളത്ത് തന്നെ എല്ലാ സ്റ്റോഴ്സും തുടങ്ങാണ്ട് എല്ലാ ജില്ലയിലേക്കും ഓരോന്ന് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് തൊടുപുഴ ഒരു. പിന്നെ എനിക്കും ആക്സസിബിൾ ആണ്, എൻ്റെ വീടും അത് അവിടെ നിന്ന് അടുത്താണ്. അപ്പം അങ്ങനെ തൊടുപുഴ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ബ്രദർ US-ലാണ്, അപ്പോൾ അവൻ അവിടെ ഒരു സ്റ്റോർ തുടങ്ങിയാൽ, അവൻ ഷിക്കാഗോയിലാണ്. അപ്പം പുള്ളിക്ക് അങ്ങനെ ഒരു താല്പര്യം. അപ്പോൾ അതും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടെ നോക്കാം. ഫാമിലി വൈഫ് ഡോക്ടറാണ്, ഡെന്റൽ സർജനാണ്. ഞങ്ങൾക്ക് ഓൺ ക്ലിനിക്കുണ്ട്, കോളേജിൽ ക്ലിനിക്കുണ്ട്. മോള് UKG. പിന്നെ അപ്പ അമ്മ ഗ്രാൻഡ് ഫാദർ ഉണ്ട്. അപ്പച്ചനായിട്ട് ഞങ്ങൾക്ക് 90 വർഷമായിട്ട് ഗ്രോസറി ഹോൾസെയിൽ ബിസിനസ് ആണ്. അപ്പച്ചനായിട്ടുള്ള ഷോപ്പാണ്. ഇതിലാണ്. പിന്നെ താല്പര്യമുണ്ട് ഇതിനെക്കുറിച്ച്, ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജോലി പഠിച്ചത് വേറെയാണ്, ജോലി വേറെയാണ്. പിന്നെ അത് ക്വിറ്റ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു താല്പര്യത്തിന് പുറത്ത് അങ്ങനെ തുടങ്ങി, അങ്ങനെ നന്നായിട്ട് വന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ കണ്ടിട്ട്? ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മറ്റുള്ള കോലഞ്ചേരി ബ്രാഞ്ചിൻ്റെ, തൃപ്പൂണിത്തറ ബ്രാഞ്ചിൻ്റെ, പിന്നെ ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇമ്മീഡിയറ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറും കൂടെ കൊടുക്കുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ബൈ.